കൂടിപ്പോരുത് ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ ആൻഡ് ജീസ് ക്രൈസ്റ്റ് അവർ ലോഡ് പുള്ളിംഗ്ടൺ ഹൗസ് നാമിനെ അടിമത്തിൽ കൂടിപ്പോരുത് വളരെ ഗുഡ് വാർഫെയർ ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ് അസ്ഫ്രീ ബിശി പിതാവ് ദൈവത്തിൽ അർത്ഥ വിശ്വസിച്ചെങ്കിലും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടിയ സ്നേഹവും ലഭിക്കട്ടെ. ഗ്രേസ് മേഴ്സി ആൻഡ് പീസ് ഫ്രം ഗോഡ് ഫാർ ആൻഡ് ജീസ് ക്രൈസ്റ്റ് അവർ ലോഡ് പുള്ളിംഗ്ടൺ നാമിനെ അടിമത്തിൽ പുള്ളിംഗ്ടൺ ഹൗസ് കാശിൻ്റെ ഇഗ്നേഷ്യസ് നാമിനെ അടിമത്തിൽ കൂടിപ്പോരുത്. ഇമാജിനേഷൻസ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ വരച്ചു വെക്കാൻ പോകുന്നത് ചില നൊസ്റ്റാൾജിക് ഫീലിങ്സാണ്. നൊസ്റ്റാൾജിക് ഫീലിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓർമ്മകൾ ഞാൻ കാണുന്നത് നമ്മുടെ ചില പഴയകാല അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാല അനുഭവങ്ങളും പഴയകാല മെറ്റീരിയൽസും പഴയ കാലത്തിലുണ്ടായ ചില മെറ്റീരിയൽസിൻ്റെ ഓർമ്മകളും അല്ലെങ്കിൽ ഇപ്പോൾ പഴയകാലം ഈ കാലം തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്, അതിൻ്റെ ചില ഓർമ്മകളും അതുപോലെ തന്നെ മറ്റ് ചില ആസ്പെക്ട്സ്. മറ്റ് ചില ആസ്പെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റു ചില ആസ്പെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർവ്വതനിഹം കാണ്ടർ ലിബർട്ടി. മറ്റു ചില ആസ്പെക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാല അനുഭവങ്ങൾ മറ്റു ചില ആട്രിബ്യൂട്ട്സ് ആസ്പെക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലത്തിലുള്ള ഞാനുമായിട്ട് റിലേറ്റ് ചെയ്ത ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചില വ്യക്തികൾ തന്നതോ ചില പഴയ നാട്ടനുഭവങ്ങളോ നമുക്ക് മറക്കാൻ പറ്റാത്ത ചില അനുഭവങ്ങളോ അതിൽ കൂടെ ആർജിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ ലഭിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഇൻബോണായിട്ടോ ആർജിച്ചതായിട്ടോ ഉള്ള എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങളെന്നല്ല, നമ്മുടെ ചില ഓർമ്മകൾ, ചില കാര്യങ്ങൾ, ചില മെറ്റീരിയൽസ് പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു അനുഭവങ്ങളെയാണ് നൊസ്റ്റാൾജിക് ഫീലിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചില നൊസ്റ്റാൾജിക് ഫീലിങ്സിനെ കുറിച്ച് അതിലേക്ക് നമുക്കൊന്ന് കടക്കാം. 1978 ഡിസംബർ 16 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയാൽ അതിനുശേഷം 47 വയസ്സും 4 മാസവും പിന്നിട്ടിരിക്കുന്നു. ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപയാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് മേടിച്ച് തന്നതായിട്ടുള്ള ഗ്രാൻഡ് ഫാദർ ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് പണി കഴിപ്പിച്ച് തന്നിട്ടുള്ള ഒരു ഷെൽഫാണ്. ഏതൊരു മേസരിയിൽ കൂടി എനിക്ക് പണി കഴിപ്പിച്ച് തന്നതായിട്ടുള്ള ഷെൽഫാണ്. ആ ഷെൽഫിനകത്ത് ഞാൻ ചില പുസ്തകങ്ങൾ, എൻ്റേതായിട്ടുള്ള അനുഭവങ്ങൾ, എൻ്റേതായിട്ടുള്ള എഴുത്തുകൾ, വില കൊടുത്ത് മേടിച്ചതായിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ, അതായത് കോവിഡ് കാലഘട്ടത്തിൽ പെയിൻറ്റ് ചെയ്ത സമയത്ത് ഈ ബുക്ക് ഷെൽഫ് പെയിൻ്റ് അടിയുടെ ഫലമായിട്ടോ അതിന് മുമ്പോ ശേഷമോ താഴേക്ക് വീണപ്പോൾ അത് അവിടെ തന്നെ കിടന്നു. പിന്നെ ചെതലരിച്ച് പോയതുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അതിനകത്ത് ബുക്സ് ഉണ്ട്. ഇപ്പോൾ അമ്മ ഈ ഡാമ്പ് പ്രൂഫ് എന്ന് പറയുന്നത് പോലെ ഇവിടെയൊക്കെ ഒന്ന് ഡാമ്പ് പ്രൂഫ് എന്നുള്ള അർത്ഥത്തിൽ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഫോർബിദൻ കാണ്ടർ ലിബർട്ടി, അതുകൊണ്ട് ചില സാധനങ്ങളൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നത്തേൽ ക്രൈസ്റ്റ് എനിക്ക് പുതിയ ബുക്ക് ഷെൽഫും മറ്റു ചില കാര്യങ്ങളൊക്കെ സാമ്പത്തികമായ ശേഷമോ അല്ലാതെ ക്രൈസ്റ്റ് നൽകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൽകുന്ന സമയത്ത് ചില പുസ്തകങ്ങളും ചില അറേഞ്ച്മെൻറ്റ്സും അതിൽ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും അതിൽ തീരുമെന്ന് എനിക്കറിയത്തില്ല. ഉള്ളത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കും. ഫോർബിദൻ കാണ്ടർ ലിബർട്ടി നാമിനെ അടിമത്തിൽ കൂടി വരുത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് തുടങ്ങാം. ഇത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 1978 ഡിസംബർ 16. ആ ഡിസംബർ 16 സമയത്ത് അതിനുശേഷം എൻ്റെ ബാല്യകാലമെല്ലാം മങ്കാട്ടടവിലായിരുന്നു. അങ്ങനെ മങ്കാട്ടടവിൽ ഞാനായിരുന്ന സമയത്ത് 1981 ആ സമയത്തൊക്കെയാണ് എൻ്റെ അമ്മ അപ്പൻ്റെ 6 മക്കളുടെ മൂത്തതാണ്. അമ്മയുടെ ഇളയത് 5 പേരുണ്ട്. അതിൽപ്പെട്ട 3 പുരുഷന്മാരും 3 സ്ത്രീകളും, അല്ലെങ്കിൽ 3 സ്ത്രീകളും 3 പുരുഷന്മാരും. അതിൽപ്പെട്ട KBC മാമൻ്റെ കല്യാണം എന്ന് പറയുന്നത് 1981 സമയത്താണ്, നവംബറിലാണെന്ന് തോന്നുന്നു. ആ സമയത്താണ് എനിക്ക് പതിയെ ഓർമ്മ വന്നു തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ചിന്മയ സ്കൂളിലാണ് എൻ്റെ പ്രൈമറി എഡ്യൂക്കേഷൻ ഐ കംപ്ലീറ്റഡ് ഇൻ ചിന്മയ വിദ്യാലയ ഡ്യൂറിങ് ദി ഇയർ 19
1982 or 1983 to 1988. LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത് സ്റ്റാൻഡേർഡ്. 1988 ഫോർത്ത് സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് ചെയ്തു. 83 എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 82, 83 83, 84 LKG, UKG ആണ് തോന്നുന്നു. 84, 85, 86, 87, 84, 85, 86, 87, 88. ഈ 4 കാലഘട്ടം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡ്, ഫോർത്ത് സ്റ്റാൻഡേർഡാണ് തോന്നുന്നു. 82, 83, 84 അത് LKG, UKG ആണ് തോന്നുന്നു. 84, 85, 85, 86, 87, 88. അതായത് 84, 85, 86, 87, 88. അത് 1, 2, 3 and 4 റെസ്പെക്റ്റീവ് അത്രയും ക്ലാസ്സസ്സാണ് തോന്നുന്നു. ഇത്രയും കാലഘട്ടം ഞാൻ ചിന്മയ സ്കൂളിലാണ് പഠിച്ചത്. തിരുമലയിലായിരുന്നു. ആ സമയത്ത് തിരുമലയിലായിരുന്നു. എൻ്റെ ഒരു വേണ്ടപ്പെട്ട വ്യക്തി ശശി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അങ്കിളിൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തായിരുന്നു. ആ മതിലിൻ്റെ അപ്പുറത്ത് ചിന്മയ സ്കൂളും ആ മതിലിൻ്റെ ഇപ്പുറത്ത് ശശി അങ്കിളുടെ വീടുമായിരുന്നു. ചെറുമക്കളിൽ എൻ്റെ കുടുംബത്തിൽ ഞാനാണ് മൂത്തയാളായതുകൊണ്ട് അപ്പനും അമ്മയും മറ്റു മാമന്മാരൊക്കെ നല്ല സ്നേഹം തന്നാണ് വളർത്തിയത്. അതുപോലെ തന്നെ അമ്മയുടെ വലിയമ്മയുടെ മക്കൾക്ക് ഞാൻ ഏറെക്കുറെ പ്രിയങ്കരനായിരുന്നു. അതുകൊണ്ട് തന്നെ ശശിയങ്ങളൊക്കെ ചിന്മയ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ എന്ത് ചെയ്തു, എടുത്ത് മക്കളെ എന്ന് പറഞ്ഞ് സ്കൂളിൽ ഇൻ്റർവെല്ലിലൊക്കെ എടുത്ത് എന്തെങ്കിലും ആഹാരമൊക്കെ തരികയും ലാളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം. അങ്ങനെ അതിനുശേഷം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 88, 89, 90 മുതൽ 94 വരെ ഞാൻ AMH സ്കൂൾ തിരുമലയിലാണ്. അതായത് എൻ്റെ അപ്പർ പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇതെല്ലാം AMH സ്കൂള് തിരുമലയിലാണ് എന്ത് ചെയ്തത്, ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അന്ന് ഈ തിരുമല സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളൊന്നും ആയിട്ടില്ല. തുടർന്ന് ഞാൻ എന്ത് ചെയ്തത്, പിന്നെ ഇനി മറ്റൊരു കാര്യം പറയാനുണ്ട്. 88 വെക്കേഷൻ സമയത്ത് ഞാൻ ചിന്മയ സ്കൂൾ വിട്ട സമയത്ത് അമ്മ ആ സമയത്ത് കണ്ണൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഹോസ്റ്റലിലായിരുന്ന സമയത്ത് അമ്മയുടെ കൂടെ 2 മാസം ചെന്ന് നിൽക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 89 1989 വെക്കേഷനിൽ അമ്മയുടെ കൂടെ എനിക്ക് കണ്ണൂർ ഹോസ്റ്റലിൽ പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അനുഭവങ്ങളെല്ലാം വേറെ ദിവസം ഞാൻ പങ്കുവയ്ക്കാം. അതൊരുപാടുണ്ട്. ഫോർ ബദനി കൽവട്ടി ആ സമയത്ത് എനിക്ക് ലഭിച്ചതായിട്ടുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ ഞാൻ കണ്ടതായിട്ടുള്ള ചില കാഴ്ചകളും കണ്ണൂർ ദേശത്തെക്കുറിച്ച് ഉള്ള എൻ്റെ പെർസ്പെക്റ്റീവ്സും എൻ്റെ കൂട്ടുകാരും, അത് മുതിർന്നവരെന്നോ താഴ്ന്നവരെന്നല്ല, അമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് ആൻറ്റിമാരും, ആ അനുഭവങ്ങളൊക്കെ മറ്റൊരവസരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പുള്ളിങ് ഡോൺ സ്ട്രോങ് ഹോൾസ്, നാം ഇനി അടിമത്തിൽ കൂടി പോരുത്, വാർ എ ഗുഡ് വാർഫെയർ, ഹോളി ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസൈൻസ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർ ദ ക്രൈസിസ് ഇൻഡസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് യോക്കോ ബോണ്ടേജ്. പുള്ളിങ് ഡോൺ സ്ട്രോങ് ഹോൾസ്, കാസ്റ്റിംഗ് ഡോൺ ഇമാജിനേഷൻസ്. പുള്ളിങ് ഡോൺ സ്ട്രോങ് ഹോൾസ്, casting down imaginations, exceeding joy, great joy, Lord of peace. Pulling down a strong for Bethany and counter to liberty. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് 1994 കാലഘട്ടം, അതിനുശേഷം ഞാൻ ഹയർ സെക്കൻഡറി അതായത് VHSCയിൽ കരകുളത്താണ് പഠിച്ചത്. അതായത് ട്രിവാൻഡ്രം ജില്ലയിൽ കരകുളം എന്നുള്ള സ്ഥലത്ത് VHSC MRR-TV ഓപ്ഷനായിട്ട് എടുത്തുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പ് MRR-TVയും ഇംഗ്ലീഷും GSCയും കൂടെ ചേർത്തുള്ള VHSC കോഴ്സാണ് പഠിച്ചത്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, 1992 ഫെബ്രുവരി മാസം 6-ാം തീയതി എൻ്റെ അമ്മയുടെ അമ്മ ഗ്രാൻഡ് മദർ വെള്ളാണി ജംഗ്ഷനിൽ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരു ലോറി ഡ്രൈവർ കള്ള് പിടിച്ചുകൊണ്ട് വന്ന് ലക്കിലകാനില്ലാതെ വന്ന് ഇടിച്ച് തെറിപ്പിച്ച് അപ്പനും അമ്മയും കൂടെ കൈ പിടിച്ചൊരു മരണത്തിന് പോകുകയായിരുന്നു. അങ്ങനെ ഇടിച്ച് തെറിപ്പിച്ച് എൻ്റെ അമ്മമ്മയുടെ ജീവൻ അപ്പം നഷ്ടമായില്ലെങ്കിലും ഒരാഴ്ച കഴിഞ്ഞ് മെഡിക്കൽ കോളേജ് AC യൂണിറ്റ്, ആ സമയത്ത് അമ്മ മെഡിക്കൽ കോളേജ് കണ്ണൂരിൽ നിന്ന് ട്രാൻസ്ഫറായി കൊച്ചവൻ, അതായത് അമ്മയുടെ രണ്ടാമത്തെ അനിയനായ ബാലേന്ദ്രൻ മാവൻ കേരളമതി ഒരു സ്റ്റാഫാണ്, കേരളമതിയിലെ ജേർണലിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1991 92 എങ്ങാണ്ടോ അമ്മയ്ക്ക് ട്രാൻസ്ഫറായി ട്രിവാൻഡ്രം SIT ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫറായി. അപ്പോൾ അമ്മയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് അമ്മ വർക്ക് ചെയ്തത്
അമ്മ വർക്ക് ചെയ്തത് SAT ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് ഫെബ്രുവരി മാസം 6-ാം തീയതി 1992 രാജീവ് ഗാന്ധി മരിച്ചതിൻ്റെ അടുത്ത വർഷം, കറക്റ്റ് ഒരു വർഷം തികയുന്നതിനൊക്കെ മുമ്പ്, അതായത് ഒരു വർഷം തികഞ്ഞില്ല, അദ്ദേഹം May 21 പോയത്. ഇത് 1992 ഫെബ്രുവരി 6-ാം തീയതി വെള്ളാണി ട്രിവാൻഡ്രം ജംഗ്ഷനിലുള്ള നമ്മുടെ വെള്ളാണി സ്റ്റുഡിയോ റോഡൊക്കെ കഴിഞ്ഞിട്ടുള്ള വെള്ളാണി ജംഗ്ഷൻ, അതായത് നാഷണൽ ഹൈവേ കന്യാകുമാരി പോകുന്ന റോഡിലുള്ള വെള്ളാണി ജംഗ്ഷനിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരു ലോറി ഡ്രൈവർ വന്ന് ഇടിച്ച്, അതായത് അപ്പൂപ്പനും അമ്മയും കൂടെ അപ്പൂപ്പൻ്റെ ഒരു വല്യമ്മയുടെ മോൻ ഒരു ചേട്ടൻ്റെ മരണം അന്വേഷിച്ച് പോയ സമയത്ത് അമ്മമ്മയെ അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ച് ഇടിച്ച് തെറിപ്പിച്ച് അപ്പൂപ്പൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് അന്തരീക്ഷത്തിൽ കൂടെ കരണം മറിഞ്ഞ് റോഡിൽ വീണ വീഴ്ചയാഘാത്താൽ രക്തം, ഇൻറ്റേർണൽ ബ്ലീഡിങ് എക്സ്റ്റേണൽ ബ്ലീഡിങ് ധാരാളം ഉണ്ടായി. പിന്നീട് അപ്പൂപ്പൻ അമ്മമ്മയെ ഓട്ടോയിലൊക്കെ എടുത്ത് കയറ്റിയിരുത്തിയിട്ട് മങ്കാട്ടോട് വന്നപ്പം എൻ്റെ അമ്മ ഇവിടെ ബസ്സിനകത്ത് നിൽക്കുമായിരുന്നു യാത്ര പോകാനായിട്ട്. അപ്പം തൻ്റെ അപ്പനും അമ്മയാണെന്ന് തിരിച്ചറിഞ്ഞ് പെട്ടെന്നൊരു ഷോക്കോട് കൂടി അമ്മമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, മെഡിക്കൽ കോളേജിൽ. അങ്ങനെ 1992 ഫെബ്രുവരി 6-ാം തീയതി മുതൽ ഒരു 13-ാം തീയതി അർദ്ധരാത്രി വരെയും മെഡിക്കൽ കോളേജിലായിരുന്നു. മെഡിക്കൽ കോളേജ് IC യൂണിറ്റിലാണെന്ന് തോന്നുന്നു. നമ്മളൊക്കെ വൈകുന്നേരങ്ങൾ കാണാൻ പോകുമ്പോഴത്തേക്കും പ്രത്യേക ടൈമിങ്സിൽ ചിലരെ മാത്രമേ കയറ്റി വിടത്തുള്ളൂ. ആദ്യത്തെ ഒരു 4 ദിവസം ചെറുതായിട്ട് ബോഡിയൊക്കെ അനക്കുന്നുണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നത്തേൽ അമ്മയുടെ ബോഡി ഓരോ ഓർഗാൻസായിട്ട് നിശ്ചലാവാൻ തുടങ്ങി. അങ്ങനെ 1992 ഫെബ്രുവരി മാസം 13-ാം തീയതി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അർദ്ധരാത്രി 12 മണിയോട് അടുപ്പിച്ച സമയത്ത് ഇഹലോകവാസം അടിയനിടയിൽ തരുന്നു. അമ്മയ്ക്ക് ഞാൻ പ്രിയങ്കരനായതുകൊണ്ടും ബൈ ദ ഗ്രേസ് ക്രൈസ്റ്റ് ജീസസിൻ്റെ കൃപ, ഞാനന്ന് ക്രൈസ്റ്റ് ജീസസ് ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ക്രൈസ്റ്റ് ജീസസിൻ്റെ ഒരു കൃപ എന്നെ പിന്നത്തിൽ തേടി വരുമെന്ന് എനിക്കറിഞ്ഞൂടെങ്കിലും ക്രൈസ്റ്റ് ജീസസിനെ അറിയാമായിരിക്കുമല്ലോ. ആ സമയത്ത് അമ്മമ്മ പോയ സമയത്ത് രാത്രി ഒരു സ്വപ്നം കണ്ടാണ് ഞാൻ ഒരു പേടിപ്പെടുത്തുന്ന സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നാണ് ഞാൻ എഴുന്നേറ്റത്. അതിനുശേഷം എൻ്റെ അമ്മ പോയി എന്ന് പറഞ്ഞ് അവരെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ 1992 എനിക്ക് നഷ്ടമായത് എൻ്റെ അമ്മയുടെ അമ്മ, ഗ്രാൻഡ് മദറിനായിരുന്നു. സ്വർണ്ണമ്മ എന്നാണ് പേര്. അമ്മയുടെ പേര് കുട്ടിയമ്മ എന്നായിരുന്നു. അവർ കുറേ പേരുണ്ടായിരുന്നു, മനസ്സിലായില്ലേ. പണ്ടത്തെ കാലത്ത് മുത്തശ്ശിമാർക്കൊക്കെ 8, 9, 11 മക്കളുള്ളവരൊക്കെ ഉണ്ട്. ഇവിടെ ഇവർക്കും ഏകദേശം 8 പേരുണ്ടായിരുന്നെന്ന് തോന്നുന്നു. മാധവൻ പിള്ള മുത്തശ്ശൻ്റെയും കുട്ടിയമ്മ മുത്തശ്ശിയുടെയും 8 മക്കളുള്ള ഒരാളായിരിക്കണം ഈ സ്വർണ്ണമ്മ, മനസ്സിലായില്ലേ. അപ്പോൾ മാധവൻ പിള്ള അപ്പനെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകനായ കുട്ടുവിൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ടും ഗ്രാൻഡ് മദറായിട്ടും വരും. അതായത് മുതുമുത്തശ്ശനായിട്ടൊക്കെ വരും. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇനി അടുത്ത 1992 കഴിഞ്ഞിട്ട് 1992 തന്നെ എൻ്റെ അമ്മയുടെ ഒരു വല്യച്ഛൻ മങ്കാട്ടടവിൽ ശിവരാമുള്ള അപ്പൂപ്പൻ എന്ന് പറയുന്ന അപ്പൂപ്പനും ഇഹലോകവാസം വെടിയാനിടയിൽ തരുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നൊരു മനുഷ്യൻ ഏണി കയറി വീണ് കുറേ കാലം കിടപ്പിലായിരുന്നു. പക്ഷേ അദ്ദേഹം 1992 ഒരു ഡിസംബർ അടുപ്പിച്ചാണ് പോയത്. ബാബറി മസ്ജിദ് പൊളിച്ച സമയത്താണ്, ഡിസംബർ 6-ാം തീയതി ആയിരുന്നു. എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തി, അതായത് 6 പേരിൽ 6 പേരായിരുന്നല്ലോ എൻ്റെ അമ്മ ഉൾപ്പെടെ. ഇളയ ആൾ ബിന്ദുകുഞ്ഞുമ്മയുടെ കല്യാണം 1992 ഡിസംബർ 6-ാം തീയതി ആയിരുന്നു. ആ സമയത്ത് അതിനുശേഷം അവർ വിവാഹം കഴിഞ്ഞ ശേഷം കുഞ്ഞമ്മയും ചിറ്റപ്പനും കൂടെ ചെന്ന് ഈ ശിവരാമുള്ള അപ്പൂപ്പൻ എന്ന് പറയുന്ന അപ്പൂപ്പനെയൊക്കെ എന്ത് ചെയ്യുന്നു കാണുന്നു. മങ്കാട്ടടവിലുള്ള അപ്പൂപ്പൻ താമസിച്ചിരുന്നത് മങ്കാട്ടടവിൽ നമ്മൾ പാർത്തിരുന്ന കുടുംബ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിലായിരുന്നു. പിന്നീട് അതിനുശേഷം പിന്നെ 1993 പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് 1993-94 ഞാൻ 10ാം ക്ലാസ് പാസ്സാകുന്ന AT കോളേജിലൊക്കെ ട്യൂഷനൊക്കെ പോകുന്നു. നല്ല വിദ്യാഭ്യാസവും നല്ല ട്യൂഷൻ സെൻ്ററൊക്കെയാണ് കിട്ടിയത്. നല്ല ക്ലാസ്സുകാരൊക്കെ നല്ല ശിക്ഷിച്ചും അടിച്ചും വളർത്തിയും നോട്ട്സൊക്കെ തന്നാണ് നമ്മൾ വളർത്തിയതും പരിപാലിച്ചത്. SLCക്ക് എനിക്ക് 402 ഔട്ട് ഓഫ് 600 അക്വയർ ചെയ്യാൻ പറ്റി. ബൈ ദ പുള്ളിങ് ഡൊണസ്റ്റോൺസ് നാമിനെ അടിമത്തിൽ കൂടി പോരുന്നു. ഫോർ ബദിനി ഹോൻകൾബട്ടി ക്രൈസിസിൻ്റെ കൃപ എൻ്റെ മേൽ ധാരാളമായിട്ട് ഫ്രീലി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കാര്യം പറയാം. 1994-96 ഞാൻ കരവളം HSCയിൽ പോയിരുന്നു. അവിടെ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 50 പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 2 പേരാണ് ആൾ പാസും ഫസ്റ്റ് ക്ലാസ്സും കിട്ടുന്നത്, അല്ലെങ്കിൽ ആൾ പാസ്സാവുന്നത്. അതിൽ ഒരാളായിട്ട് 1996 പിന്നെ മാർച്ചിലെ പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നപ്പോഴത്തേക്കും ആൾ പാസും ഫസ്റ്റ് ക്ലാസ്സും ലഭിക്കേണ്ടൊക്കെ ഇടയിൽ ബൈ ദ ഗ്രേസ് ഓഫ് അവർ വള്ളോണ ജീസസ് ക്രൈസ്റ്റ്. ആ കാലഘട്ടത്തിലാണ് എൻ്റെ ക്ലാസ്മേറ്റ് റിജു എന്നൊരു വ്യക്തി മുഖാന്തരം ജീസസ് ക്രൈസ്റ്റ് ആരാണെന്നും അങ്ങനെ ജീസസ് ക്രൈസ്റ്റിൻ്റെ ഭാവികാല സംഭവങ്ങളും ജീസസ് ക്രൈസ്റ്റിൻ്റെ സെക്കൻഡ് പുള്ളിങ് ഡൊണസ്റ്റോൺസ് കാസ്റ്റിൻ്റെ ഓൺ ഇമാജിനേഷൻസ് ആൻഡ് ബി നോട്ട് ഇന്ത്യൻ ബിയോക്കോ ബോണ്ടേജ് ഭാവികാല സംഭവങ്ങളും അല്ലെങ്കിൽ എസ്കറ്റോളജിയൊക്കെ കുറച്ച് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാനും അദ്ദേഹമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ കൂടെ മനസ്സിലാക്കാൻ ഇടയായിത്തീരുന്നു.
പിന്നീട് 1996 മുതൽ 1999 വരെ, ഞാൻ പെട്ടെന്ന് ചുരുക്കത്തിൽ പറയുകയാണ്. ഇനി ഇടയ്ക്കൊക്കെ ഒരുപാട് സംഭവങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളും ക്രൈസിസസ് ഒരുപാട് എക്സ്പീരിയൻസും അന്ന് രക്ഷിച്ചിട്ടുണ്ട്. ആ ട്രെയിൻ അപകടത്തിൽ നിന്നൊക്കെ രക്ഷിച്ചിട്ടുണ്ട്. ഒരു ട്രെയിനിന് ഇടിക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പേ ഞാൻ ഓടി, പിന്നെ കരമന കുഞ്ചാലമൂടി കൊണ്ട് ഓടി. ആ പാലത്തിൻ്റെ താഴെ നദിയാണ്. ഞാൻ എന്നിട്ട് അപ്പുറത്ത് കാലെടുത്ത് ചെന്ന് ട്രെയിൻ കടന്നു. അങ്ങനെ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് കാസറ്റിൻ്റെ ടേപ്പ് റെക്കോർഡറിൻ്റെയൊക്കെ കാലഘട്ടമായിരുന്നു. 1996 വെക്കേഷനിലൊക്കെ യൂണിറ്റിക്ക് പഠിക്കാൻ പോയതും ഇലക്ട്രോണിക്സ് പഠിക്കാൻ പോയതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നാലും റിസൾട്ട് വന്ന സമയത്ത് ഏകദേശം ഒരു മെയ് ജൂണൊക്കെ അടുപ്പിച്ചാണെന്ന് തോന്നുന്നു. വന്ന സമയത്ത് ആൾ പാസും ഫസ്റ്റ് ക്ലാസ്സിൽ കിട്ടുവാൻ ഇടയിൽ തരുന്നു. തുടർന്ന് 1996 1999 മാർവേനിസ് കോളേജിൽ പഠിക്കാൻ കൊണ്ട് എന്ത് ചെയ്തു, ഇടയിൽ തരുന്നു. കേരളമതിൽ വർക്ക് ചെയ്യുന്ന മകൻ കെ ബാലേന്ദ്രൻ മാൻ മുഖാന്തരം, അപ്പൂപ്പൻ്റെ പേര് കൃഷ്ണപിള്ള ഏതാണ്ടാണ് കെ ബാലേന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ക്രൈസിസസ് ഉപയോഗിച്ചു. ഹീ നോസ്, അതായത് അദ്ദേഹം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, വെദർ ഹീ നോസ് ഓർ ഡിഡ് നോ, അദ്ദേഹം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ, മനസ്സിലായില്ലേ? വെദർ ഹീ ന്യൂ ഓർ ഡിഡ് നോ, മനസ്സിലായില്ലേ? അങ്ങനെ ബാലേന്ദ്ര മാമിൻ്റെ ഇൻട്രാക്ഷനിൽ കൂടെ മാർവേനിസ് കോളേജിൽ ആദ്യം കെമിസ്ട്രിക്കാണ് കിട്ടിയെങ്കിലും കുറച്ച് കാലഘട്ടം കഴിഞ്ഞപ്പോഴേ എനിക്ക് ഫിസിക്സിലേക്ക് ചേഞ്ച് കിട്ടുവാനിടയിൽ തീർന്നു. അങ്ങനെ മാർവേനിസ് കോളേജിൽ 1996 99 കാലഘട്ടത്തിൽ പഠിച്ച സമയത്താണ് ഒരു തേർഡ് ഇയറൊക്കെ എത്തിയ സമയത്ത് ഫിസിക്സിനോട് കൂടുതൽ അടുക്കുവാനും റിലേറ്റിവിറ്റി തിയറിയൊക്കെ മനസ്സിലാക്കാനും. ആ കാലഘട്ടത്തിലാണ് 1998 കാലഘട്ടത്തിൽ അവിടെ പ്രയറിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഷെറി, ബ്ലസൻ, റെജി, അവരുടെ ഒക്കെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ലീഡറിനെ പോലെ ഇരിക്കുന്ന മോളി ചേച്ചിയൊക്കെ പരിചയപ്പെടുവാനും അങ്ങനെ ഏകത്വത്തെക്കുറിച്ചും ജീസസ് ക്രൈസ്റ്റ് നിയമത്തെക്കുറിച്ച് നെയിമിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനും ഫ്രീലി പുള്ളിങ് ഡൺ സ്ട്രോൺസിയുടെ ഇടയിൽ തരുന്നത്. പിന്നീട് ചില കാര്യങ്ങളൊക്കെ പഠിക്കുവാനും കുറച്ചും കൂടെ സ്വാതന്ത്ര്യം പ്രാപിക്കാനും ഇടയിൽ തരുന്നു. 1999 കാലഘട്ടമൊക്കെ കഴിഞ്ഞ സമയത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ എൻ്റെ അമ്മയും അപ്പനൊക്കെ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കാൻ ഇടയിൽ തരുന്നു. ആ സമയത്ത് ഒരു 3 ദിവസം ഷെറിയുടെ ക്ലിനിക്കിൽ ജിമ്മിച്ചാൻ്റെ കൂടെയൊക്കെ എന്നെ താമസിക്കാൻ കഴിഞ്ഞു. 3 ദിവസം ഞാൻ ഈ വീടൊക്കെ വിട്ടു നിന്നിട്ടുണ്ട്. അന്ന് ഇതുപോലെ ഈ ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ ഈ അലുമിനിയം റൂഫോ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നത്തേതിൽ എന്ത് ചെയ്തു, ആ അമ്മയും അപ്പനും എനിക്ക് ഒരു സ്വാതന്ത്ര്യം, ആരാധന സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്വാതന്ത്ര്യമൊക്കെ തന്നാണ് എന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ അതെല്ലാം ലഭിക്കുവാൻ്റെ കൊണ്ടും ഇടയിൽ തരുന്നു. പിന്നെ ഞായറാഴ്ചയൊക്കെ ചർച്ചുകളിൽ പോകാൻ ഇടയിൽ തരുന്നു. 2000 ജനുവരി 2 അവർ വൺ ജീസസ് ക്രൈസ്റ്റ് നെയിമിൽ വാട്ടർ ബാപ്റ്റിസം ഫ്രീലി സ്വീകരിക്കേണ്ട കൊണ്ടും അവർ വൺ ജീസസ് ക്രൈസ്റ്റ് ഫ്രീലി കൃപ നൽകുവാൻ പുള്ളിങ് ഡൺ സ്റ്റോൺസ് ആശ്രയിച്ചു. നാവിനെ അടിമത്തിൽ കൂടി പോരുത് ഇടയിൽ തരുന്നു. പുള്ളിങ് ഡൺ ഓഫ് ആര്യനാട് ചേരപ്പള്ളിയുള്ള പുള്ളിങ് ഡൺ സ്റ്റോൺസ് നാവിനെ അടിമത്തിൽ കൂടി പോരുത് ഫോർ ബദനി ഹോൻ കാണ്ടു ലിബർട്ടി പൗലോസ് പാസ്റ്റാണ് എന്നെ വാട്ടർ ബാപ്റ്റിസം തന്ന് ക്രൈസിസസ് എന്നെ അപ്രകാരം ക്രൈസിസിനെ ധരിക്കേണ്ട പുള്ളിങ് ഡൺ സ്റ്റോൺസ് ഇടയൊക്കെ തീർത്തത് നാവിനെ അടിമത്തിൽ കൂടി പോരുത്. പിന്നീട് അതിന് ശേഷം ലോർഡ്സ് ടേബിളിലൊക്കെ പങ്കെടുക്കുവാനും ക്രൈസിസ് ധാരാളം അവസരങ്ങൾ നൽകിയുണ്ടായി. ധാരാളം ശുശ്രൂഷകളൊക്കെ ലഭിക്കാൻ ഇടയിൽ തരുന്നു. ട്രിവാൻഡ്രത്ത് കുടപ്പന കുന്നിൻ്റെ അടുത്തുള്ള ഇരപ്പൂഴി ചർച്ചിലായിരുന്നു ആ സമയത്തൊക്കെ നമ്മൾ കൂടി വന്നുകൊണ്ടിരുന്നത്. പുറത്തൊക്കെ ശുശ്രൂഷയ്ക്ക് പോകാനും അതിനോട് അടുപ്പിച്ചൊക്കെ ഇടയ്ക്കൊക്കെ ലോർഡ്സ് ടേബിളിലൊക്കെ പങ്കെടുക്കുവാൻ ക്രൈസിസസ് ധാരാളമായിട്ട് അവസരങ്ങൾ നൽകിയുണ്ട്. പുള്ളിങ് ഡൺ സ്റ്റോൺസ് നാമിനെ അടിമത്തിൽ കൂടി വരുന്ന അവസരങ്ങൾ നൽകിയുണ്ടായി. പുള്ളിങ് ഡൺ ഓഫ് പിന്നീട് ഈ സമയത്തൊക്കെ ധാരാളം യാത്രകൾ ചെയ്യുവാനും ഏതാണ്ട് 2000 മുതൽ 1999 ആപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ആ കോഴ്സിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 1999 2002 ആണ്. LLB കോഴ്സ് 2002 കംപ്ലീറ്റ് ചെയ്യാൻ ക്രൈസിസസ് എന്നെ സഹായിച്ചു. പിന്നെ റീവാലുവേഷനിൽ കൂടി തോറ്റ പേപ്പറൊക്കെ ജയിച്ചു. എനിക്കത് ടെൻഷനായിരുന്നു. അത്യാവശ്യം നന്നായിട്ടാണ് എഴുതിയത്, പക്ഷേ അവരുടെ ഒരു മിസ്റ്റേക്കായിരുന്നു. അതിൽ ജയിക്കുവാൻ്റെ കൊണ്ട് ഇടയിൽ തരുന്ന അവരുടെ തെറ്റിനെ അവരെന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്തിട്ട് പേപ്പർ കറക്റ്റാക്കി റെക്ടിഫൈ ചെയ്ത് എനിക്ക് മാർക്കൊക്കെ ലഭിക്കുവാൻ ഇടയിൽ തരുന്നു. അങ്ങനെ ആ പേപ്പർ റെസ്റ്റോർ ചെയ്യാൻ ഇടയിൽ തരുന്നു. അങ്ങനെ സെക്കൻഡ് ക്ലാസ് 57% കൂടി എനിക്ക് LLB കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കൊണ്ട് ഇടയിൽ തരുന്നു. അതായത് 57% കൂടി LLB കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കൊണ്ട് ഇടയിൽ തരുന്നു. ഗവൺമെൻറ് ലാ കോളേജ് കുന്നുകുഴിയിലായിരുന്നു ആ സമയത്ത്. 1999 2002 ആ കാലഘട്ടം. അതായത് ആപ്ലിക്കേഷൻ കൊടുത്തതുൾപ്പെടെ 1999 to 2002 3 ഇയർ കോഴ്സായിരുന്നു.
ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റോ എന്തോ പ്രവർത്തകനായിരിക്കുന്ന ലിജുവൊക്കെ നമ്മൾ ഒരേ ബെഞ്ചിരുന്ന ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. പുള്ളിക്കാരൻ KSUവിൻ്റെ ഒക്കെ പ്രവർത്തനമായിരുന്നു. SFI എന്താണെന്നും KSU എന്താണെന്നൊക്കെ അത്യാവശ്യം ആ സമയത്ത് മനസ്സിലാക്കാൻ തക്കൊണ്ട് ഇടയെ തീർന്നിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2002 ശേഷം വക്കീലായിട്ട് ഞാൻ എൻറോളൊക്കെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2003 വല്യാമൻ്റെ ബന്ധുക്കളും പിന്നെ അമ്മയൊക്കെ നമ്മളൊരു കാറിൽ പോയി എൻറോൾ ചെയ്യാൻ തക്കൊണ്ട് ഇടയിൽ തീർന്നു. അങ്ങനെ വക്കീലായിട്ടൊക്കെ വക്കീലിൻ്റെ കോട്ടൊക്കെ ഇട്ട് എൻറോൾ ചെയ്തു. ഒരു സൺഡേ ആയിരുന്നത്. എന്നാൽ ആരാധന പുള്ളിംഗ്ടൺ സ്റ്റോൺസ് മുടങ്ങിയതുമില്ല. ക്രൈസിസ് ആനുവൽ അറേഞ്ച്മെൻറ്റ് എറണാകുളത്ത് എനിക്ക് ചെയ്യാൻ ഇടയിൽ തീർന്നു. അന്ന് ഇതുപോലെ മൊബൈലോ ഫേസ്ബുക്കോ യൂട്യൂബൊന്നും ആക്റ്റീവ് അല്ലാത്ത ലൈവ് അന്ന് അല്ലാതിരുന്ന കാലഘട്ടമാണ്. ജോസഫ് പ്രിൻസ് മിനിസ്റ്ററിയെക്കുറിച്ചൊന്നും എനിക്ക് അത്ര ഗ്രാഹ്യമൊന്നുമില്ല. അന്ന് ലൈവോ ഫേസ്ബുക്കോ യൂട്യൂബോ അങ്ങനത്തെ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ലൈവിൽ കൂടെ നമുക്ക് ലോകത്ത് ഒരു പരിപാടി നടന്നു കഴിഞ്ഞാൽ എവിടെ ഇരുന്ന് അറ്റൻഡ് ചെയ്യാമെന്നും പ്രസംഗിക്കാമെന്നും അല്ലെങ്കിൽ അതൊക്കെ അറ്റൻഡ് ചെയ്യാമെന്നുള്ള ആ ഒരു അവസ്ഥയൊന്നും ഉണ്ടായിരുന്നൊരു കാലഘട്ടമല്ല അത്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ ശേഷം എനിക്ക് പിന്നെ കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് കോഴ്സൊക്കെ പഠിക്കാൻ തക്കണം. അതിനിപ്പോൾ ഒരു കാര്യം പറയാനുള്ള വക്കീലായിട്ട് ഞാൻ ബെങ്ങാനൂർ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ എന്തൊക്കെ സംതിങ് ആയിരിക്കുന്ന ആ വ്യക്തി. ഇപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ 5 year പ്രാക്ടീസ് ചെയ്യാൻ തക്കണം കുറച്ചു കാലം അവസരം ലഭിച്ചു. പിന്നീട് ആ കാലഘട്ടം കഴിഞ്ഞ ശേഷം തൽക്കാലം വക്കീൽ പ്രൊഫഷൻ നകന്നെങ്കിലും ചില കമ്പ്യൂട്ടർ കോഴ്സ് MS ഓഫീസും അതായത് സ്റ്റാച്യൂവിലുള്ള പിന്നെ ഒരു RCC റീജിയണൽ കമ്പ്യൂട്ടർ സെൻറ്ററിൽ, അതായത് ക്യാൻസർ സെൻറ്റർ എന്നല്ല, റീജിയണൽ കമ്പ്യൂട്ടർ സെൻറ്ററിലെ MS ഓഫീസ്, അതായത് മൈക്രോസോഫ്റ്റ് വേർഡും എക്സലും പവർ പോയിൻറ്റും അന്ന് അധ്യാപനം ഇല്ലാത്തതുകൊണ്ട് ആശാനില്ലാത്ത കളരി പോലെ ആയിരുന്നെങ്കിലും ഏതാണ്ടൊക്കെ കുറേ കംപ്ലീറ്റ് ചെയ്തു. അന്നത്തെ കാലഘട്ടമാണ്, അന്നത്തെ സോഫ്റ്റ്വെയറാണ്, അന്നത്തെ ആപ്പാണ്. ഇന്നത്തെ പോലെ ഇത്രയും അപ്ഡേഷനൊന്നുമില്ല. അത് കംപ്ലീറ്റ് ചെയ്യാൻ ഇടയിൽ തീർന്നു. എൻ്റെ പരീക്ഷയൊക്കെ പാസ്സായി സർട്ടിഫിക്കറ്റും ലഭിക്കാൻ ഇടയിൽ തീർന്നു. പിന്നീട് തിരുമല ജെനിസിസിൽ ഏകദേശം ഒരു 2004, 2005, 2006, 2004, 2005 ഏതാണ്ട് ആ ഒരു കാലഘട്ടമൊക്കെ ജെനിസിസിൽ കോറൽ ഡ്ര DTP, അതായത് അഡോബ് പേജ് മേക്കർ, കോറൽ ഡ്ര, ഫോട്ടോഷോപ്പൊക്കെ പഠിക്കാനൊക്കെ ഇടയിൽ തീർന്നു. CS2 ആണെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ കുറേ ഐഡിയാസ് കിട്ടി. പിന്നെ ഇൻ്റർനെറ്റ് ഇമെയിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പ്രേംചന്ദ് സാറൊക്കെ പഠിപ്പിച്ചെന്ന്. അതാണ് ഒരു ബേസ്. അതിനുശേഷമാണ് ഇൻ്റർനെറ്റ് ഇമെയിൽ എന്താണെന്ന്, ലിങ്ക് എന്താണെന്ന്, മറ്റേ കൈപോലെ ഇരിക്കുന്ന സാധനം എന്താണെന്നൊക്കെ കിട്ടിയത്. അന്ന് ഇതുപോലത്തെ കമ്പ്യൂട്ടർ നല്ല ഡെസ്ക്ടോപ്പാണ്, ഇങ്ങനെ വണ്ണുള്ള ഡെസ്ക്ടോപ്പായിരുന്നു. എല്ലായിടത്തും ഇൻ്റർനെറ്റ് കഫേകളൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഈ കാലഘട്ടം കഴിഞ്ഞ സമയത്ത് ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിംഗ്ടൺ സ്റ്റോൾസ് രഞ്ജിത്ത് ബർമോളിച്ചും കൂടെ ട്രിവാൻഡ്രം ജില്ലയിൽ കുണ്ടാൻകുടൻ്റെ അടുത്തുള്ള കുന്നമ്പാറയിൽ അവരിൽ കൂടെ ഒരു സഭയൊക്കെ, ഒരു രാജുവിൻ്റെ വീട്ടിലൊക്കെ സഭയൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടൊക്കെ ഇടയിൽ തരുന്ന നാമിനെ അടിമത്തിൽ കൂടി പോരുത് പീസ് ചെയ്യും. അങ്ങനെ കുറച്ച് കാലം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. സകല ശോധനയും നല്ലത് മുറുകെ പിടിപ്പിൻ, സകല ദോഷത്തെ വിട്ടകലുവിൻ, ടെസ്റ്റ് ആൾ തിങ്സ് ഓൾ ഫാസ്റ്റ് വാട്ട് ഈസ് ഗുഡ്, അബ്സ്റ്റൈൻ ഫ്രം എവറി ഫോം ഓഫ് ഈവിൾ. നാമിനെ അടിമത്തിൽ കൂടി പോരുത്, ഗോഡ് ഇസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് പീസ്, ഫോർ ബദനി ഹോൻ കാണ്ടറിനെ പറ്റി, പുള്ളിംഗ്ടൺ സ്റ്റോൺസ് കാസിൻ്റെ ഓൺ മീദിനേഷൻസ്, ടെസ്റ്റ് ആൾ തിങ്സ് ഓൾ ഫാസ്റ്റ് വാട്ട് ഈസ് ഗുഡ്, അബ്സ്റ്റൈൻ ഫ്രം എവറി ഫോം ഓഫ് ഈവിൾ, പുള്ളിംഗ്ടൺ സ്റ്റോൺസ്. അപ്പം കുറച്ച് കാലം രഞ്ജിപ്പറിൻ്റെ കൂടെ മോളിച്ചേച്ചിയുടെ കുന്നപ്പാറയിലെ മിനിസ്ട്രിയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സകല ശോധനയുടെ നല്ലതും മൃഗപ്പെടുത്തും, സകല ദോഷത്തെ മുട്ടകലുവിൻ, മൈ യോക്കി സീസി ആൻഡ് മൈ ബർഡൺ ഈസ് ലൈറ്റ്, എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുമാകുന്നു. ചില കാര്യങ്ങൾ യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അവരുമായിട്ട് ഒന്ന് വിട്ടു തന്നു. അതെന്താണെന്ന് പിന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാം. വ്യക്തിഹത്യ ചെയ്യുന്നൊന്നല്ല, ചില ഡോക്ട്രിൻസിൽ വന്ന വ്യത്യാസം. അതായത് ക്രിസ്തു പറഞ്ഞു മൈ യോക്കി സീസി ആൻഡ് മൈ ബർഡൺ ഈസ് ലൈറ്റ്, എൻ്റെ മുഖം മൃദു എൻ്റെ ചുമട് ലഘുമാകുന്നു. എൻ്റെ മുഖം കഠിനമെന്നല്ല പറയുന്നത്. പുതിയ നിയമത്തിൽ ജോസഫ് പ്രിൻസ് മിനിസ്ട്രിയൊക്കെ മനസ്സിലാക്കിയ ശേഷം ഗ്രേസ് മിനിസ്ട്രി എന്താണെന്നും ഫ്രീലിയാണ് രക്ഷയെന്നും ഒരു കണ്ടീഷനിലോ ഒരു ഉപവാസത്തിലോ അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്തിട്ടല്ല നമുക്കതൊക്കെ കിട്ടുന്നതെന്നൊക്കെ പിന്നീടാണ് മനസ്സിലായത്. അന്നൊന്നും അത്രത്തോളം അറിയത്തില്ലായിരുന്നു. അങ്ങനെ പതുക്കെ പിന്നെ സകല നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു പറയുന്നവരെ അവരിൽ നിന്ന് പിന്നെ അവർക്ക് അവരുടെ മിനിസ്ട്രി എൻ്റെ മിനിസ്ട്രി എന്നുള്ള അർത്ഥത്തിൽ ഞാൻ അവിടുന്ന് എന്ത് ചെയ്തു, അവരിൽ നിന്നൊരു അകലം പാലിക്കാൻ ഇടയിൽ തരുന്നു. അവരോട് വെറുപ്പൊന്നുമില്ല, മോളിച്ചേച്ചിയുടെ രഞ്ജിപ്പറിനോടും ഇപ്പോഴും വെറുപ്പൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ മിനിസ്ട്രി. മർക്കോസ് 13-ന്റെ 34 മുതൽ 37 വരെ വായിക്കുമ്പോഴത്തേക്കും ദാസന്മാർക്ക് അധികാരം ഓരോരുത്തരും അതത് മിനിസ്ട്രിയും കൊടുത്തിട്ട് കാവൽക്കാരനോട് ഉണർന്നിരിക്കാൻ കൽപ്പിച്ച പോലെ തന്നെ ക്രൈസിസിൻ്റെ സെക്കൻഡ് കമ്മിങ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉണർന്നിരിക്കണം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയല്ല, വി ആൾ, നമ്മളെല്ലാവരും രൂപാന്തരപ്പെടുമെന്നാണ് വായിക്കുന്നത്.
മരിച്ചവരെ അക്ഷരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുന്നതാണ് 1 കൊരിന്ത്യർ 15 എഴുതിയിരിക്കുന്നത്. പാർഷ്യൽ റാപ്ചർ തിയറി എന്നല്ല. ക്രൈസിസിൽ വിശ്വസിക്കുന്ന, ക്രൈസിസിൽ ആശ്രയിക്കുന്ന, ക്രൈസിസിൻ്റെ സൊല്യൂഷൻ ലഭിച്ച എല്ലാവർക്കും നാമിനെ അടിമത്തിൽ കൊണ്ടുവരുന്നത് ഫുൾ റാപ്ചർ തിയറിയിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കെന്തുണ്ട്, ഫ്രീഡവും അതുപോലെ തന്നെ ആശ്വാസവും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ബോൾഡ്നെസ് കൈവിടാതെ മുന്നോട്ട് പോവുക. അതൊക്കെ നമുക്ക് പിന്നത്തിൽ ഷെയർ ചെയ്യാം. ജീസസ് ക്രൈസ്റ്റിൻ്റെ നെയിമിൽ വാട്ടർ ബാപ്റ്റിസം സ്വീകരിക്കാൻ മറ്റു മനുഷ്യരെ നമ്മൾ ഉത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഫാദറും സണ്ണും പവിത്രാത്മാവും ഒന്നാണെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ പറഞ്ഞ് മനസ്സിലാക്കി ജീസസ് ക്രൈസ്റ്റിൻ്റെ നെയിമിലേക്ക് അവരെ ആകർഷിക്കാൻ ശ്രമിക്കുകയും നമുക്ക് ചെയ്യാം. ബാക്കി പ്രവർത്തിക്കേണ്ടത് അവർ വൺ ജീസസ് ക്രൈസ്റ്റ് ആണ്. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് മൂന്നും അവർ വൺ ജീസസ് ക്രൈസ്റ്റിൽ വണ്ണാണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ക്രൈസിസ് ആകർഷിക്കുമ്പോൾ ക്രൈസിസ് അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് വിശ്വാസമുണ്ട്. ആ വിഷയങ്ങളൊക്കെ അവർ വൺ ജീസസ് ക്രൈസ്റ്റിന് വിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്രിസ്ത്യേശുവിൽ ട്രസ്റ്റ് ചെയ്ത് നമുക്ക് ആശ്വാസം പ്രാപിക്കാം. നമ്മൾ ഭാരപ്പെടാതെ ജീവിക്കാം. ഒരു 2006-2007 കാലഘട്ടമായപ്പോഴത്തേക്കും ഞാൻ ഈ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ റിലയൻസ് വെബ് വേൾഡ് എക്സ്പ്രസ്സിൽ, അതായത് തൊട്ട് മുന്നത്തെ വർഷം എനിക്ക് BEdന് ഒരാൾ അഡ്മിഷൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. മാനേജ്മെൻറ്റ് കോട്ടയിൽ പുള്ളിക്കാരൻ ഉഴപ്പിയതുകൊണ്ട് അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കാൻ ഇടയെത്തിരുന്നു. ആ ഒരു വർഷം അദ്ദേഹം എന്നെ കൈവിട്ടതുകൊണ്ട് അമ്മയും എൻ്റെ അമ്മയുടെ സഹോദരൻ, എൻ്റെ വലിയ മാമനാണ്, അവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം തിരുമലയിൽ തന്നെ തൊട്ടടുത്ത് തന്നെ 1 കിലോമീറ്റർ അകലെയുള്ള തിരുമലയിൽ വെബ് വേൾഡ് എക്സ്പ്രസ്സിൽ കുറച്ചു കാലം എന്ത് ചെയ്തു, വർക്ക് ചെയ്യാൻ കൊണ്ടിടത്തിരുന്നു. സായി ചേട്ടനും സായി സാർ എന്ന് പറയും, സായി ചേട്ടൻ, അദ്ദേഹമാണ് തൊഴിൽ ദാതാവ്. അങ്ങനെ ആ സമയത്ത് മൊബൈൽ ഫോണൊക്കെ, അതായത് നമ്മുടെ പണ്ടത്തെ ഫീച്ചർ ഫോണൊക്കെ വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് ചെക്ക് ലിസ്റ്റും ഓഫീസ് വർക്കൊക്കെ ആയിരുന്നു. പിന്നീട് ബില്ലിംഗ് സെക്ഷനിലേക്ക് മാറി. അങ്ങനെ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു. കിട്ടിയ സാലറിയും ഒരു ടൈം പാസ്സൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ക്ലിൻറ്റിനെയും, ബിജു ഭായിയെയും, ക്ലിൻറ്റിനെയും, രശ്മി സിസ്റ്ററിനെയും, മറ്റ് രതീഷ് ഭായിയൊക്കെ പരിചയപ്പെടാൻ ഇടയിൽ. അതൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അതിൽ തന്നെ ക്ലിൻറ്റ് എന്ന് പറഞ്ഞ വ്യക്തി എൻ്റെയും ഇതിൻ്റെ മാരേജിനെയൊക്കെ കടന്നു വന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാഴ്ചയാണ്. അവരുടെ ഫ്രണ്ട്സിൻ്റെ സാന്നിധ്യമാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്, അല്ല അവർ തരുന്ന ഗിഫ്റ്റിലല്ല. ആ കൺസെപ്റ്റൊക്കെ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ഉണ്ടെന്നുള്ള പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഫ്രണ്ട്സ് നമ്മുടെ കൂടെ, നമ്മുടെ ഒരു നല്ല കാര്യത്തിന് കൂടെ നിൽക്കുന്ന അവരുടെ സാന്നിധ്യമാണ് ഏറ്റവും വലിയൊരു, അല്ലെങ്കിൽ ഭൂമിയിൽ നമുക്കൊരാശ്വാസം. ക്രൈസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ആശ്വാസം അവരുടെ സാന്നിധ്യമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ 2005 മുതൽ 2006 ഏകദേശം ഒരു ഓണത്തിനൊക്കെ മുമ്പാണെന്ന് തോന്നുന്നു. ആ കാലഘട്ടം വരെ എനിക്ക് എവിടെ വർക്ക് ചെയ്യാൻ പറ്റി, റിലയൻസ് വെബ് വേൾഡ് എക്സ്പ്രസ്സിൽ തിരുമലയൊക്കെ വർക്ക് ചെയ്ത് അതിൻ്റെ അനക്ഷറിലൊക്കെ വർക്ക് ചെയ്യാൻ കൊണ്ടിടയിൽ തരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ അർജുനൻ പാസ്റ്റർ എന്ന് പറഞ്ഞ തേലി ഭാഗത്തുള്ളൊരു പാസ്റ്ററുമായിട്ടൊക്കെ പരിചയപ്പെടുവാൻ ബേക്കറി ജംഗ്ഷനിൽ വെച്ച് പരിചയപ്പെട്ടു. അങ്ങനെ നമ്മളുടെ സൗഹൃദവും അവിടെ എന്ത് ചെയ്തു, വർദ്ധിക്കാൻ ഇടയിൽ തരുന്നു. ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഭവനമൊക്കെ സന്ദർശിക്കുകയും ചില സന്ധ്യ കൂട്ടായ്മകൾക്കെല്ലാം പ്രാർത്ഥനയ്ക്കെല്ലാം പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ആ ഏരിയയിലുള്ള ഗിരിജാൻ്റെയും പിന്നെ അതുപോലെ തന്നെ വസന്തി എൻ്റെയൊക്കെ പരിചയപ്പെടാൻ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ് അതൊക്കെ, കുറേയൊക്കെ അവരെയൊക്കെ പരിചയപ്പെടാൻ ഇടയിൽ തരുന്നു. ഏതാണ്ട് ഈ കാലഘട്ടമാണ് 2005-2006 കാലഘട്ടം. 2006 കാലഘട്ടത്തിൽ തൊട്ട് മുന്നാടിയുള്ള തൊട്ട് ബാക്ക്വേർഡ് വർഷത്തിൽ, തൊട്ട് പ്രീവിയസ് ഇയറിലുള്ള ഒരാൾ, മറ്റേ ദേവനെന്ന് പറഞ്ഞ ഒരാൾ ഉഴപ്പിയെന്ന് പറഞ്ഞില്ലേ, BEd അഡ്മിഷൻ മേടിച്ചത് തരാമെന്ന് പറഞ്ഞു. ക്രൈസിസ് അദ്ദേഹത്തോട് ധാരാളമായി ക്ഷമിക്കട്ടെ. അതുകൊണ്ട് അടുത്ത വർഷം ട്രിവാൻഡ്രത്ത് വെഞ്ഞാറമൂടിൻ്റെ അടുത്തുള്ള പെരുപ്പങ്കോട് ഒരു BEd കോളേജ് ഉണ്ട് പോലും, അമ്മ പറഞ്ഞു പേപ്പറിൽ. അവിടെ മാനേജ്മെൻറ്റ് കോട്ടയിൽ മേടിച്ചു തരാമെന്നുള്ള അർത്ഥത്തിൽ, എന്നുള്ള അർത്ഥം, നിൻ്റെ ഒരു ആഗ്രഹത്തിന് എതിരി നിന്നിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ അമ്മയിൽ കൂടെ അവിടെ പോയി അഡ്മിഷൻ എടുക്കാൻ കൊണ്ടിടത്തിരുന്നു. രമാദേവി ടീച്ചർ ആ സമയത്ത് പ്രിൻസിപ്പളായിരുന്നു. ഫസ്റ്റ് BEd ബാച്ചായിരുന്നു. ആ സമയത്ത് ലിബി ടീച്ചർ ഫിസിക്കൽ സയൻസിൻ്റെയൊക്കെ ടീച്ചറായിരുന്നു. നമ്മളെ വരവേറ്റു. അങ്ങനെ 2006-2007 കാലഘട്ടത്തിൽ ഫസ്റ്റ് BEd ബാച്ചാണ്. ഒരു വർഷത്തെ കോഴ്സായിരുന്നു BEd. വളരെ സന്തോഷകരമായി, വളരെ നല്ല രീതിയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തക്കണം ക്രൈസിസ് എന്നെ സഹായിച്ചു. വളരെ നല്ല രീതിയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തക്കണം ക്രൈസിസ് എന്നെ സഹായിച്ചു. വളരെ നല്ല രീതിയിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ തക്കണം ക്രൈസിസ് എന്നെ സഹായിച്ചു. അവിടെ 61.8% ആണെന്ന് തോന്നുന്നു എനിക്കത് ഉണ്ടായിരുന്നു.
അത് റിവാലുവേഷന് ശേഷമാണ് കിട്ടിയത്. പക്ഷേ കമ്മീഷൻ സമയത്തൊക്കെ എൻ്റെ ഭാഗത്തു നിന്നുള്ള ചില അലസതകൾ, അതായത് ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നതിൽ ചില അലസതകളും എടുത്ത ടോപ്പിക്കിൻ്റെ അലസതകളും ആണ് ഇത്രയും മാർക്ക് കുറയാൻ കാരണം. അത് പിന്നത്തേലാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബി എഡിന് പഠിക്കുന്നവരോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യേണ്ടവർക്ക് ചെയ്യേണ്ട സമയത്താണ് അലസത വെടിഞ്ഞിരിക്കുക, എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക. എനിക്ക് സംഭവിച്ചാലും അങ്ങനെ സംഭവിക്കരുത്. പിന്നെ ആ ഭാഗത്തുള്ള എൻ്റെ ചില ഉഴപ്പുകൾ, പിന്നെ അതുപോലെ തന്നെ ഞാൻ തന്നെ ആ സമയത്ത് കുറച്ചൊരു ഇനാക്റ്റീവായിരുന്നു. എന്നുവെച്ചാൽ അലസനും ഒരു എന്തോ ഗിൽറ്റി കോൺഷ്യസ് പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ ആകാതെ ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം ഐ എം ദ റൈറ്റസ്റ്റ് ഓഫ് ഗോഡ് ഇൻ ക്രൈസിസസ് എന്നും. ക്രൈസ്റ്റിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എല്ലാ അധർമ്മത്തിൽ നിന്നും ക്രിസ്ത്യസ് നമ്മളെ മോചിച്ചെന്നൊരു ബോധം നമുക്കുണ്ട്. പണ്ട് അത്രത്തോളമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്ത്യസിൻ്റെ കൃപയിൽ ധാരാളമായിട്ട് ആശ്രയിക്കുക. പഠിക്കുമ്പോൾ അലസത വെടിഞ്ഞ് പഠിക്കുക. സുഹൃത്ത് ബന്ധമൊക്കെ വേണം. അതോടൊപ്പം നമ്മുടെ കാര്യങ്ങൾ കൂടെ നോക്കണം. നമ്മൾ ലെസൺ പ്ലാനും അതുപോലെ തന്നെ കമ്മീഷനൊക്കെ ഏത് ടോപ്പിക്കാണ് എടുക്കേണ്ടത്, അത് ഏത് ടോപ്പിക്കാണ് എടുക്കേണ്ടതെന്ന് നല്ലതൊക്കെ, അതായത് ബേസ്ഡ് ഓൺ സം സെലക്ഷനെ ബേസ് ചെയ്താണ് ആ ടോപ്പിക്കിന് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളതോ നമുക്ക് എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്നത് എന്ന എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളതോ ഏത് ടോപ്പിക്കാണോ നമ്മൾ എടുക്കണമെന്നുള്ളത് ഒരു മുൻകൂട്ടി ഒരു തീരുമാനമോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനിങ്, ആ സെലക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എനിഹൗ ആ ഒരു കാലഘട്ടത്തിൽ കാവേട് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ 2006-2007 കാലഘട്ടത്തിൽ ഒരു 100ഓളം പേര്, എൻ്റെ അറിവ് ശരിയാണ്, കാരണം 100 എന്ന് പറയുന്ന 101 ചിലർ വരും ചിലർ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 100 വയ്ക്കാം. അങ്ങനെ 100 പേരുള്ളതിൽ ഫിസിക്കൽ സയൻസിലെ ഏകദേശം ഒരു 18-20, അതായത് 6 × 3 18, ഏകദേശം ഒരു 18 or 20, മനസ്സിലായില്ലേ? അത് 18 ആകാം 20 ആകാം. വത്സൽ ടീച്ചറൊന്നും തോന്നരുത്, ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. ചിലപ്പോൾ അറ്റൻഡൻസ് ബുക്ക് എടുത്ത് നോക്കുമ്പം 20 ആയിരിക്കും, 2 പേര് വരാത്തതായിരിക്കാം. ചിലപ്പോൾ 18 എന്ന് പറയുന്നത് എനിഹൗ ഒരു 18 റൗണ്ട് ചെയ്ത് മിനിമം 18 ഉണ്ട്. നമ്മുടെ ഫിസിക്കൽ സയൻസ് ഓപ്ഷനിലാണ് പ്രവീണും ആറ്റിങ്ങൽ പ്രവീണും ഗിരീഷ് ബാബു ഒക്കെ ഉണ്ടായിരുന്നു. ഷീമ ടീച്ചറായിരുന്നു ആദ്യം. ലിബി ടീച്ചർ കുറച്ചുകാലം ഉണ്ടായിട്ട് പുള്ളിക്കാരി നോയിഡയിലേക്ക് പുള്ളിയുടെ കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പോയതുകൊണ്ട് പുതിയൊരു ഗസ്റ്റ് ലെക്ചറിനെ, ഒരു ഷീമ ടീച്ചറിനെയാണ് കാവ്യടുകാർ ക്ഷണിച്ചു വരുത്തി പഠിപ്പിക്കാനാക്കിയത്. എനിഹോ അതും എൻജോയ് ചെയ്തു. ആ ടീച്ചറിൻ്റെ സ്വഭാവം വേറെ സ്വഭാവമായിരുന്നു, കുറച്ച് കണിശക്കാരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചിലർക്ക് യോഗ്യമായി ലഭിക്കേണ്ട മാർക്ക് ലഭിച്ചിട്ടില്ല. ഒരു എക്സ്പീരിയൻസ് കുറവുണ്ടായിരിക്കണം. മറ്റേ ടീച്ചറാണെങ്കിൽ കുറച്ചും കൂടെ ലിബറലായിരുന്നു. എനിഹോ സകലം നന്മയ്ക്ക് കൂടി വ്യാപരിക്കുന്നു. റൈസിസിനെ കൈവിട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ആ കോഴ്സ് കഴിഞ്ഞ ശേഷം എൻ്റെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് 2 ഓപ്പറേഷൻ, 2 സർജറിക്ക് ഞാൻ വിധേയനാവേണ്ടതായിട്ട്, അതായത് സർജറിക്ക് വിധേയനാവേണ്ടതായിട്ട് ഇടയായിത്തീർന്നു, അല്ലെങ്കിൽ വിധേയനാവേണ്ടതായിട്ട് ഇടവന്നു. അതായത് 2 സർജറിക്ക് വിധേയനായി. പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് അതെല്ലാം കഴിഞ്ഞ് എൻ്റെ റെസ്റ്റ് പീരീഡെല്ലാം കഴിഞ്ഞ് 2007 കഴിഞ്ഞ് 2008 ഹാപ്പി ന്യൂ ഇയർ ആയ സമയത്താണ് ഞാനൊരു ജനുവരി സമയത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു എൽഡർ സിസ്റ്ററുടെ വീട്ടിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് എൻ്റെ റിലേറ്റീവ് അല്ല, അങ്ങനെ കരുത്ത് എൽഡർ സിസ്റ്ററിനെ പോലൊരു വ്യക്തി, ആ വ്യക്തിയുടെ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഒരു വിവാഹാലോചന പുള്ളിക്കാരി വളച്ചോട്ടി ബീറ്റ് അബൌട്ട് ദ ബുഷ് പോലെ അങ്ങ് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ക്ലച്ച് പിടിച്ചു. ഞാൻ അത് വീട്ടിൽ അവതരിപ്പിച്ചു, അപ്പം വഴി അമ്മയിൽ അവതരിപ്പിച്ചു. അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടുകാർ വരട്ടെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചില കാരണങ്ങളാൽ അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു. എങ്കിൽ തന്നെയും എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് 2008 ഒരു ഏപ്രിൽ മാസമൊക്കെ ആയപ്പോൾ വയനാടൊക്കെ ഞാനും അമ്മയും കൂടെ ടൂർ വന്നു. മടങ്ങി അവിടെ വരുന്നപ്പോൾ തന്നെ അമ്മയുടെ വല്യമ്മ അമൃതമ്മ എന്ന് പറഞ്ഞൊരു പിന്നെ അമ്മച്ചി ഇഹലോകവാസം വെടിഞ്ഞെന്നറിയാൻ ഇടയെത്തിരുന്നു. അതേ വർഷം തന്നെ മെയ് മാസം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 8 അടുപ്പിച്ചാണ്, മെയ് മാസം 8 തോന്നുന്നു, എൻ്റെ അമ്മയുടെ ഇളയ അനിയത്തിയ ബിന്ദു കുഞ്ഞമ്മയുടെ ഹസ്ബൻഡ് ഇഹലോകവാസം വെടിയാണ്ടൊക്കെ ഇടയെത്തിരുന്നു. രാത്രി കിടക്കയിൽ ഒരു എന്തോ ഒരു പിന്നെ പെയിൻ പോലെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇഹലോകവാസം വെടിയാൻ ഇടയെത്തിരുന്നു. അപ്പോൾ അതിലെനിക്ക് തീർച്ചയായിട്ടും ദുഃഖമുണ്ട്. അങ്ങനെ ആ സമയത്ത് ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ ആ സീസൺ 1 or 2 ഒക്കെ തുടങ്ങുന്ന സമയമായിരുന്നു. രഞ്ജിനി ഹരിദാസൊക്കെ, അങ്ങനെ മറ്റേ നജീം അർഷാദൊക്കെ ഒരു ദുർഗയുടെ ഒക്കെ കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടം അതിനോടടുപ്പിച്ച് 2008 കാലഘട്ടം. ഏതാണ്ട് 2008 ആ ഒരു ദുഃഖ സമയമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് കുറച്ച് കാലമൊക്കെ, അതായത് രാത്രി കൂട്ടുകിടക്കാൻ എൻ്റെ അമ്മയുടെ ആദ്യത്തെ സഹോദരൻ ആ വീട്ടിലൊക്കെ പോകുമായിരുന്നു. പിന്നത്തെ ദുഃഖമൊക്കെ കഴിഞ്ഞ് വന്നപ്പം അവർ പതുക്കെ മതിയാക്കി. ഏതാണ്ട് 2008 ഒരു ജൂലൈ അടുപ്പിച്ച സമയത്ത്
തമിഴ്നാട്ടിൽ MSc കോഴ്സുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുകയും MSc ഫിസിക്സ് കോഴ്സിന് പോകാൻ തക്കവണ്ണം ഒരു കാരണം ലഭിക്കുകയും ചെയ്തു. നാമിനെ അടിമത്തിൽ കൂടി വരുന്നത് പുള്ളിങ് ഡോണസ്റ്റോൺസ് ക്യാൻസിനോട് ഇമാജിനേഷൻസ് പുള്ളിങ് ഡോണസ്റ്റോൺസ് നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്. അങ്ങനെ MSc കോഴ്സ് 2008-2010 വരെ ആ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ചില പെൻഡിങ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ 2010 കാലഘട്ടത്തിൽ എല്ലാം ലഭിക്കാൻ തക്ക ഇടയിൽ ക്വാണ്ടം മെക്കാനിക്സും മൈക്രോ പ്രോസസ്സറും എല്ലാമൊക്കെ ലഭിക്കാനിടയിൽ തരുന്നു. അങ്ങനെ ഒരു 2 വർഷം പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ കോഴ്സിൻ്റെ പുറകെ പോയി. ആ കാലത്തുള്ള എക്സ്പീരിയൻസ് മറ്റൊരവസരത്തിൽ ഞാൻ പിന്നെ വിശദമായിട്ട് പറയാം. സീസൺ ടിക്കറ്റിലെ ദിവസവും ട്രിവാൻഡ്രം ടു നാഗർകോവിൽ ടു ട്രിവാൻഡ്രം പോയി വരുമായിരുന്നു. ആ സമയത്ത് എൻ്റെ ക്ലാസ്മേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരീഷ്, സക്കിൻ കുമാർ, ആൻ്റണി, പിന്നെ മോഹൻ റാം, പിന്നെ അതുപോലെ തന്നെ അബീജ, ദീപ, പിന്നെ ദീപയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, എന്തോ ആണ്, ഒരു മലയാളിയാണ്, അവർ രണ്ടുപേരും മലയാളിയാണ്. പിന്നെ സുഖില, ഭവ്യ, ചന്ദ്രലേഖ, അങ്ങനെയൊക്കെയുള്ളവരായിരുന്നു. PG കോഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു 10-20 പേര് കാണും, അല്ലെങ്കിൽ ഒരു 18 പേര് കാണും. അങ്ങനെ ആ കോഴ്സ് 2008 മുതൽ 2010 വരെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഇടയിൽ തരുന്നു. നമ്മളെ പഠിപ്പിച്ച മാഷന്മാർ ശേഖർ സാറും പളനി സാറും HOD അന്ന് ഉലകനാഥ സാറായിരുന്നു. അതിൽ ശേഖർ സാറും പളനി സാറും എൻ്റെ 2010 ജൂലൈ 17 എൻ്റെ മാരേജിന് കടന്നു വരുവാൻ ഇടയിൽ തരുന്നു. എൻ്റെ ക്ലാസ്മേറ്റായ ശബരിയും സക്കിൻ കുമാറും ഒക്കെ എൻ്റെ മാരേജിന് കടന്നു വരാൻ കഴിഞ്ഞു. അവരുടെ സാന്നിധ്യം എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷകരമായ കാര്യമാണ്. അങ്ങനെ 2010 ഫൈനൽ എക്സാമിനേഷനോട് കൂടി, കാരണം അവിടെ MSc യൂണിവേഴ്സിറ്റി ആയിരുന്നു, 6 മാസം കൂടുമ്പം കൃത്യമായിട്ട് പരീക്ഷ ഉണ്ടായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ സിസ്റ്റം പോലെ ഒന്നുമല്ല, കമ്പ്യൂട്ടറും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അതെല്ലാം ഈ ഷെൽഫിലൊക്കെ ഞാൻ ഏതാണ്ടൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചിലത് പറ്റാത്തതൊക്കെ മറ്റ് ചില ഷെൽഫുകളിലും, പിന്നെ ആ ഷെൽഫിലും, ഇതാ കാണുന്ന ആ ഷെൽഫിലും, പിന്നെ എഡ്യൂക്കേഷൻ്റെ പുസ്തകങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആ ലെവലുള്ള ബുക്കൊക്കെ അതിൻ്റെ ഇരുമ്പ് പെട്ടിയിലൊക്കെ വെച്ചിട്ടുണ്ട്. അത് പറയുന്നതിന് മുമ്പേ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തരണമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ 2010 ജൂലൈ 17 കല്യാണമെങ്കിലും ഇടയ്ക്കൊക്കെ വിജിതയും ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ കൂടെ സംസാരിക്കാൻ, ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഇടയിൽ തരുന്നു. ആ സമയത്തൊക്കെ വിജിതയും ഞാനുമൊക്കെ നല്ല ടേംസിലായിരുന്നു. വിജിതയുടെ ഒരു ഫോൺ കോൾ, അന്ന് റോമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഫീച്ചർഡ് ഫോണായിരുന്നു. ഒരു ഫോൺ കോൾ ലഭിക്കാൻ പാറശാല അതിർത്തി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴേ കിട്ടുള്ളൂ, അതിനുവേണ്ടി കാത്തിരിക്കുമായിരുന്നു. വിജിത അതുപോലെ ആയിരുന്നു. അന്ന് മാരീന് ശേഷമുള്ള എക്സ്പീരിയൻസസ് ഒന്നും എന്താണെന്ന് നമുക്കറിയത്തില്ലായിരുന്നല്ലോ. അന്ന് വിജിതയ്ക്ക് എന്നോട് കുറച്ചൊരു റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ക്രൈസിസ് അതൊക്കെ റെസ്റ്റോർ ചെയ്യട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനാൽ അസാധ്യം മറ്റ് വിത്ത് ഗോഡ് എന്താണ് ആൾ തിങ്സ് ആർ പോസിബിൾ പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി നാമിനെ അടിമത്തിൽ കൂടി പെരുദാസ് പീസു ഫോർ വിത്ത് ഗോഡ് ആൾ തിങ്സ് ആർ പോസിബിൾ പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് it is impossible to man, but with God all things are possible. Nothing is impossible to for Badani Han Kander Liberty. Nothing is impossible to God. Pulling down strongholds. God is not the other of confusion but a peace. അപ്പോൾ എന്തായിരുന്നാലും അതിനുശേഷം 2010 ഒരു ഏകദേശം ഒരു മാർച്ച് 19 സമയത്ത് നേരത്തെ കൊടുത്ത ഒരു ആപ്ലിക്കേഷൻ ഫോം, ഒരു എഡ്യൂക്കേഷൻ്റെ ആപ്ലിക്കേഷൻ ഫോം മുഖേന എനിക്ക് ട്രിവാൻഡ്രം ജില്ലയ്ക്കടുത്തുള്ള കൊല്ലം ജില്ലയിലുള്ള ഏകദേശം നമ്മുടെ മടത്തറ കഴിഞ്ഞിട്ട് മറ്റേ മടത്തറ കിഴക്കൻ ഭാഗം APRM സ്കൂൾ ചിതറയിൽ കുറച്ചു കാലം ജോലി ചെയ്യാൻ തക്ക ഇടയിൽ തരുന്നു. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന PG കോഴ്സ് പ്രൊഫസർമാരുടെ അനുമതിയോടുകൂടി തന്നെ മാർച്ച് മാസം 19 ഞാനവിടെ ജോലിക്ക് കയറുന്നു. അന്ന് കോളേജിൽ പോയില്ല. ആ സമയത്ത് ജയസേനൻ സാറായിരുന്നു അവിടുത്തെ മാനേജറോ അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാലം അവിടെ പഠിപ്പിക്കാനിടയത്. അത് മാരേജിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. ആ ഒരു ത്രില്ലുണ്ട്. വേനലിൻ്റെ ചൂടും കൂടെ ആയപ്പോൾ ഒരു ചൂടുമുണ്ട്. അങ്ങനെ ദിവസം ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ MC റോഡിൽ കൂടെ ബസ്സിൽ കയറി അതുവഴി പോകുമായിരുന്നു. പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കടയിൽ കയറി ഇത്രയും അലുവയൊക്കെ കഴിച്ചിട്ടേ പോകുള്ളായിരുന്നു. അങ്ങനെ അവിടെ പോയി നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. അന്ന് ഇതുപോലെ നല്ല നല്ല വണ്ണമായിരുന്നു. അങ്ങനെ ആ പഠിപ്പിച്ച കുറച്ച് വിദ്യാർത്ഥികൾ, 2 ബോയ്സ് എൻ്റെ മാരേജിന് വരുവാൻ്റെ ഇടയിൽ തരുന്നു. അവരത് അനുഗ്രഹിക്കട്ടെ. ഡാവിഞ്ചി കോഡിൻ്റെ അതൊരു ഇതാണ് തന്നതെങ്കിലും ക്രൈസിസ് അവർ രക്ഷിക്കട്ടെ. അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയത്തില്ലല്ലോ. പിന്നെ അങ്ങനെയുള്ള വികല മനോഭാവമുള്ള കുട്ടികളെ രക്ഷിക്കട്ടെ. അതൊരു മുസ്ലിം സ്കൂൾ പോലെയായിരുന്നു.
അവരെ രക്ഷിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതൊക്കെ എൻ്റെ മാരേജ് ആൽബത്തിലുണ്ട്, കല്യാണ ആൽബത്തിലുണ്ട്. എനിക്ക് പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ കുറച്ച് കാലം ആ സ്കൂളിലൊക്കെ വർക്ക് ചെയ്തു. ഇതിനിടയ്ക്ക് കല്യാണമൊക്കെ വിളിക്കേണ്ടതായിട്ടുള്ള ഒരവസരം ഉണ്ടായിട്ടുണ്ട്. കല്യാണം വിളിക്കാൻ മാരേജ് ഒരു പ്രാവശ്യമല്ലേ ഉള്ളൂ, വൺസ് ഫോർ ആൾ അല്ലേ. ക്രൈസിസ് നമുക്കൊണ്ട് ഒരിക്കലായി കുറിച്ച് വെച്ചു, വൺസ് ആൻഡ് ഫോർ ആളും. അപ്പം ഞാൻ ക്രൈസ് അല്ല, മാരേജ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മാരേജ്, മനസ്സിലായില്ലേ. പുള്ളിംഗ്ടൺ ഹാൾസ്. അപ്പോൾ ആ മാരേജിന് തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം, ഒറ്റ മാരേജിലേ ഉള്ളൂ, എല്ലാവരും വിളിക്കണ്ടേ. അപ്പോൾ അതിനുവേണ്ടി സ്കൂളിലെ ചില എനിക്ക് പോകാൻ പറ്റാത്ത ചില അവസ്ഥകളുണ്ടായിരുന്നു, ചില പോയില്ല. കല്യാണ ലെറ്ററൊക്കെ അമ്മ കുറച്ചേ അടിച്ചു തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ചിലരെയൊക്കെ വിളിക്കാൻ പോകാൻ, നേരിട്ട് വിളിച്ചാൽ അവരുടെ സാന്നിധ്യം എനിക്കൊരു അനുഗ്രഹമെന്ന് വിചാരിച്ചുകൊണ്ട് നേരിട്ട് പോയി. തൽഫലമായിട്ട് ജൂൺ 30 ശേഷം എനിക്ക് ആ സ്കൂളിൽ ചിതറയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായി. ഇനി 17 നാളുകൾ. ആ സമയത്തും ഞാൻ പറ്റുന്നിടത്തോളം കല്യാണക്കത്തെ തികയാത്തെല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പലരെയും വിളിച്ചു തീർത്തു. ചിലർ ഫോണിൽ കൂടെ പറഞ്ഞു, ചിലരൊക്കെ വരുവാനിടത്തിരുന്നു. BEd എന്നിട്ട് കൂടെ പഠിച്ച ഫിസിക്കൽ സയൻസിലെ പ്രീതിയും അതുപോലെ തന്നെ ഗിരീഷ് ബാബുവും നമ്മുടെ ചങ്കെന്നൊക്കെ പറയത്തില്ലേ, അവരൊക്കെ വരുവാനിടത്തിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രിയ എന്ന് പറഞ്ഞിരിക്കുന്ന കോമേഴ്സ് ഓപ്ഷനിലെ പ്രിയയൊക്കെ അവിടെ കടന്നു വരുവാൻ എൻ്റെ മാരേജിന് ബിഷപ്പ് പെരേര ഹാള് 2010 ജൂലൈ 17 ശനിയാഴ്ചയൊക്കെ കടന്നു വരാൻ ഇടയിത്തരുന്നു. അതിൻ്റെ ഡിയർലി ബിലോഡ് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പം ലെറ്റ് ബ്രദർലി ലവ് കണ്ടിന്യൂ. തമിഴിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചക്കര പോലുള്ള സ്നേഹം. നമ്മുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡയമണ്ടും ഓരോ പവിഴവും ഓരോ എന്താണ് രത്നം പോലെയാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. ക്രൈസിസസ് തൻ്റെ ഹൃദയത്തിലാണ് നമ്മളെന്ത് ചെയ്യുന്നത്, ഡയമണ്ടും എന്താണ് പവിഴവും രത്നമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് നമ്മളെ കണക്കാക്കുന്നത്. അതുപോലെ നമുക്ക് ക്രൈസിസസിനെ സ്നേഹിക്കാൻ പറ്റുന്നെങ്കിൽ അദ്ദേഹം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സഹോദരന്മാരെയും സ്നേഹിക്കാൻ തക്കൊണ്ണം ഇടയിൽ അവരും പ്രത്യേകിച്ചെന്നല്ല, ഇപ്പം വിശ്വാസികളെ സ്നേഹിക്കുന്നത് മാത്രമല്ല, ഇപ്പം അവിശ്വാസികളാണെങ്കിൽ അവർ രക്ഷപ്പെടണം, സാല്വേഷൻ പ്രാപിക്കണം എന്നൊരു ബോധം നമുക്ക് അന്തർഹൃദയത്തിലോ അല്ലെങ്കിൽ മേൽഹൃദയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ ബ്രെയിനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യും, അങ്കുരിക്കുന്നത് തികച്ചും സ്വാഭാവികമാണ്. അങ്ങനെ അങ്ങനെ എന്തായിരുന്നാലും ബൈ ദ ഗ്രേസ് ആ സമയത്ത് എൻ്റെ അപ്പൂപ്പനും അമ്മയൊക്കെ ജീവിച്ചിട്ടുണ്ട്. അവരെ കല്യാണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ അമ്മ എനിക്ക് മാരി സൂട്ട്സൊക്കെ മേടിച്ച് തന്നു. അങ്ങനെ അതിനൊരു കുറവുണ്ടെന്ന് വിചാരിച്ച് അതൊക്കെ ചെയ്തു തന്നു. അങ്ങനെ അപ്പൂപ്പൻ്റെയും അമ്മയുടെയൊക്കെ ക്രൈസിസസ് അവരിൽ കൂടെ എന്നെ സഹായിച്ചു. അവരുടെയൊക്കെ ഒരു ബ്ലെസ്സിങ് എൻ്റെ മാരേജിലുണ്ടാവട്ടെ, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, അല്ലെങ്കിൽ അവരുടെയൊക്കെ ബ്ലെസ്സിങ്ങോടുകൂടി തന്നെ അനുമതിയോടുകൂടി തന്നെ മാരീഡ് ലൈഫിലേക്ക് പ്രവേശിക്കാൻ ഞാൻ തയ്യാറെടുത്തു. അങ്ങനെ അമ്മ നേരത്തെ ഒരുക്കിയിരുന്ന വാനിലോ കാറിലോ ദാസങ്ങളെന്ന് പേരുള്ള ഏതോ ഒരു അങ്കിളിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്താണ്, അതുകൊണ്ട് അവിടെ വേണ്ടത് അങ്ങോട്ട് അപ്പുറത്ത് അങ്കിളിൻ്റെ കാറിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് പാളയത്തിനും നമ്മുടെ LBS സെൻ്ററൊക്കെ ഇരിക്കുന്നില്ലേ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബിഷപ്പ് പെരേര ഹാള് വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ ചെയ്യാം, ഇനിയും ചെയ്യാം. ബിഷപ്പ് പെരേര ഹാളിനെ കുറിച്ച് ഇനിയും ചെയ്യാം, ഞാൻ ജീവനോടുണ്ടല്ലോ. അവിടെ മാരേജിന് എത്തിക്കാൻ തക്കണം ഇടയത്തിരുന്നു. അങ്ങനെ നമ്മുടെ പുനലൂരുള്ള യോഹന്നാൻ പുള്ളിംഗ്ടൺ ഹാൾസ് നാമിനെ അടിമത്തിൽ കുടിപ്പുറത്ത് കുട്ടി, അതായത് പുനലൂരുള്ള കരവാളൂരുള്ള യോഹന്നാൻ കുട്ടി പുള്ളിംഗ്ടൺ ഹാൾസ് പാസ്റ്ററും, അതുപോലെ തന്നെ എരപ്പുഴി എന്നെ സ്നേഹപ്പെടുത്തിയായിട്ടുള്ള പുള്ളിംഗ്ടൺ ഹാൾസ് പൗലോസ് പാസ്റ്റർ ആര്യനാട് ചേരപ്പള്ളി, അദ്ദേഹം കൂടെ ചേർന്നുകൊണ്ട് എൻ്റെ വിവാഹം ഐശ്വര്യകരമായിട്ട് നടത്തിത്തരുവാണ്. കരം പിടിച്ച് യോജിപ്പിക്കാൻ ശുശ്രൂഷയോടുകൂടി തിരുവചന ശുശ്രൂഷയോടുകൂടി പുള്ളിംഗ്ടൺ ഹാൾസ് നാമിനെയും ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് എ പീസ് ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി ഫ്രീലി യോജിപ്പിക്കാൻ തക്കണം. ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് എ പീസ്, അതായത് ഭർത്താവിനെയും ഭാര്യയും തമ്മിൽ കരം പിടിച്ച് ക്രൈസിസസിൻ്റെ അബണ്ടൻ ബ്ലെസ്സിങ്സ്, അബണ്ടൻ ഗ്രേസ് ഫ്രീലി
ആ രീതിയിൽ പുള്ളിങ് ഡൗൺ സ്റ്റോൺ ഹോൾസ് നാമിനെ അടിമത്തിൽ കൂടി വരുത്തി എന്നെയും വിജിതയും യോജിപ്പിക്കാൻ തക്കണം പുള്ളിങ് ഡൗൺ സ്റ്റോൺ ഹോൾസ് ഫോർ ബദനി ഹൺലിമിറ്റ് ക്രൈസിസിൻ്റെ കൃപയിൽ ഇവരിൽ കൂടി യോജിപ്പിക്കാൻ തക്കണം ഇടയെ തരുന്നു. പുള്ളിങ് ഡൗൺ സ്റ്റോൺ ഹോൾസ് ക്യാസിൻ ഓൺ ഇമേജിനേഷൻസ് ഗോഡ് ഈസ് നോട്ട് ദി അതർ ഓഫ് കൺഫ്യൂഷൻ ബട്ട് പീസ് ക്രൈസിസിൻ്റെ കൃപയിൽ എന്നെയും വിജിതയും കരം പിടിച്ച് ഫ്രീയിൽ യോജിപ്പിക്കാൻ തക്കണം ഇടയെ തരുന്നു. ഫോർ ബദൻ നാമിനെ അടിമത്തിൽ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് യോക്കോ ബോണ്ടേജ്. അങ്ങനെ വിവാഹം 2017 ജൂലൈ 17 ശനിയാഴ്ച ബിഷപ്പ് പെരേര ഹാളിൽ ട്രിവാൻഡ്രത്തെ പാളയത്തിൻ്റെ LBS സെൻറ്ററിൻ്റെ അപ്പുറത്തുള്ള ബിഷപ്പ് പെരേര ഹാളിൽ വെച്ച് ഐശ്വര്യമായിട്ട് നടക്കുവാൻ തക്കണം ബൈ ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് യോന്നാൻകുട്ടി പാസ്റ്ററിൽ കൂടെയും ആര്യനാട് ചെറുപ്പള്ളി പൗലോസ് പാസ്റ്ററിൽ കൂടെയും നടക്കുവാൻ തക്കണം ഇടയിൽ തരുന്നു. പിന്നീട് ആഹാരമൊക്കെ കഴിഞ്ഞു. ഞാൻ ആഹാരം കഴിച്ച സമയത്താണ് അന്നത്തെ ഉപവാസം ബ്രേക്ക് ചെയ്തത്. ഐസ്ക്രീമും ചിക്കൻ ബിരിയാണി ഐസ്ക്രീമൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അപ്പൂപ്പൻ്റെ അനുഗ്രഹം മേടിച്ച ശേഷം എനിക്കും വിജയക്കുമായിട്ട് ഒരുക്കിയിരുന്ന ഭവനത്തിലേക്ക് പോകാൻ തക്കണം നെടുമങ്ങാട് വാളക്കോട് ഭവനത്തിലേക്ക്. പിന്നെ വിനോദേട്ടനും അമ്മയും ഞാനുമായിട്ട് പെട്ടിയുമായിട്ട് ഈ ദാസങ്ങളുടെ ഇതിൽ തന്നെ ഞാനും വിജയം പോകാൻ അങ്ങനെ ജീവിതം ആരംഭിക്കാൻ പോകാൻ തക്കണം നമ്മളെന്ത് തയ്യാറായി. അതിനു മുമ്പേ എൻ്റെ വീട്ടിലൊന്ന് എൻ്റെ അപ്പൂപ്പനെ വിജയത്തെ കാണിക്കാനുണ്ടായിരുന്നു അനുഗ്രഹമൊക്കെ മേടിക്കുവാനും വീട്ടിലൊന്ന് ആ സമയത്ത് അമ്മയുടെ കൂടെ പണ്ട് കണ്ടു ഞാൻ പറഞ്ഞല്ലോ വെക്കേഷൻ സമയത്ത് നേഴ്സിംഗ് ഹോസ്റ്റൽ എന്ന സമയത്തുള്ള നമ്മുടെ റോസലി ആൻറ്റിയും ആ റോസലി ആൻറ്റിയുടെ ഹസ്ബൻഡിനെയൊക്കെ അമ്മ വിളിച്ചിരുന്നു. അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആൻറ്റിയുടെ കല്യാണത്തിന് ഞാനും ചെറുപ്പത്തിൽ കൂടിയിരുന്നു. അതിന് പകരമായിട്ടല്ല, പക്ഷേ ആ ആൻറ്റി എൻ്റെ കല്യാണത്തിനും ആൻറ്റി ഇപ്പോൾ ഈ ഭൂലോകത്തില്ലെങ്കിലും ക്യാൻസർ ഒന്ന് മരിച്ചുവെങ്കിലും എൻ്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ആൻറ്റിക്കും ഡാനിയങ്കലിനും ക്രൈസിസസ് കൃപ തന്നതിനെ ഓർത്ത് നാം എന്നെ അടിമത്തിൽ കൊണ്ടുവരുന്നത് താങ്ക് യു റോണാണസ് ജീസസ് ക്രൈസ്റ്റ് പുള്ളിങ് സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി നാം എന്നെ അടിമത്തിൽ കൊണ്ടുവരുന്നത് ഗോഡീസ് നോട്ട് ഇതർ കൺഫ്യൂഷൻ ബട്ട് പീസ് താങ്ക് യു റോണോഡ് സെയർ ജീസസ് ക്രൈസ്റ്റ് പുള്ളിങ് ഡൗൺ ഓഫ് നാം എന്നെ അടിമത്തിൽ കൂടി ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് യോക്കോ ബോണ്ടേജ്. ഏത് കല്യാണത്തിനാണോ ആൻറ്റിയുടെയും റോസലി ആൻറ്റിയുടെയും ഡാനിയങ്ങളുടെ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തു, അതുപോലെ തന്നെ എൻ്റെ കല്യാണത്തിന് റോസലി ആൻറ്റി അതുപോലെ തന്നെ ആണെങ്കിലും തലേദിവസമേ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ വലിയ ഉള്ളിലൊക്കെ വന്ന് ഒന്നിച്ച് പാർക്കുവാനും ആഹാരം ഉണ്ടാക്കാനൊക്കെ ഒന്നിച്ച് കഴിയാനിടയിൽ തരുന്നു. തലേദിവസം ഒരു അനുഗ്രഹമായിരുന്നു, ഒരു ഉത്സവം പോലെയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വിനോദേട്ടനും കുടുംബം വന്നിരുന്നു വയനാട്. വിനോദേട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ പണ്ട് മിലിറ്ററിയിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു മിസ്സസ് രാജൻ ആൻറ്റി വയനാടുണ്ടായിരുന്നു കുറേ കാലഘട്ടം. അതായത് അമ്മ മിലിറ്ററി ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് കേരള ഗവൺമെൻറ് നേഴ്സിംഗ് ഇതിലേക്ക് വന്നത്. ആ നേഴ്സിംഗ് കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞാവായതുകൊണ്ട് ആ സർവീസ് മിലിറ്ററി സർവീസ് പൂർത്തിയായില്ല. പക്ഷേ പിന്നത്തേൽ അമ്മ 2004 റിട്ടയർഡ് ആകുന്നതിന് മുമ്പേ ആ മിലിറ്ററി സർവീസും ഈ കേരള ഗവൺമെൻറ് സർവീസിലേക്ക് ആഡ് ചെയ്ത് ആ പെൻഷനും കൂടെ ചേർത്താണ് അമ്മ ഇപ്പോൾ വാങ്ങിക്കുന്നത്. പക്ഷേ എങ്കിലും ഇപ്പോഴും മിലിറ്ററി ക്യാൻറ്റീനിൽ നിന്ന് എല്ലാ സാധനങ്ങളും മേടിക്കാം വില കുറച്ച്. ക്യാൻറ്റീൻ ഐഡൻറ്റി കാർഡുണ്ട്. പക്ഷെ അമ്മ ആ സമയത്ത് പണ്ട് മിലിറ്ററി വർക്ക് ചെയ്ത സമയത്ത് മിസ്സസ് രാജൻ ആൻറ്റിയും മിസ്റ്റർ രാജനങ്ങളും ഉണ്ടായിരുന്നല്ലോ. ആ സൗഹൃദം കുറച്ചാലും ഇല്ലായിരുന്നെങ്കിലും ഒരു 2002-2004 ശേഷം 2002 ശേഷം വിനോദം എന്ന് പറഞ്ഞിരിക്കുന്നൊരു ചേട്ടൻ എങ്ങനെയൊക്കെ കമ്പ്യൂട്ടർ പോലെ ഒന്ന് ഫേസ്ബുക്കും യൂട്യൂബൊന്നും അത്ര അല്ലാതിരുന്ന സമയത്ത് പോലും എങ്ങനെയൊക്കെ കണ്ടെത്തി. സെക്രട്ടേറിയറ്റിലെ എന്തോ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. മെഡിക്കൽ കോളേജ് SITയിൽ വന്ന് പത്മിനി എന്ന് പേരുള്ള ഒരാളിനെ കണ്ടെത്തി. ആ വിനോദേട്ടൻ്റെ അമ്മയുടെ ചേച്ചിയും കൊണ്ടാണ് മിസ്സസ് രാജൻ ആൻറ്റി അമ്മയും തമ്മിൽ മിലിറ്ററിയിൽ പണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്നിച്ച്. മിസ്റ്റർ രാജനങ്ങളും വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വിനോദേട്ടനാണ് അകന്നു കിടന്ന സൗഹൃദത്തിനെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാൻ ഇടയിൽ തരുന്നത്. ആ വിനോദേട്ടനും പുള്ളിയുടെ വൈഫായ ബിജിത BI, എൻ്റെ വൈഫിൻ്റെ പേര് ബിജിതയാണ് ബിജിത ചേച്ചിയൊക്കെ തലേദിവസം ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഈ അമ്മ പണ്ട് വയനാട് പിന്നെ ഉണ്ടായിരുന്ന മിസ്സസ് രാജൻ ആൻറ്റിയായിട്ട് കൂട്ടി വിനോദേട്ടനാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിയല്ലോ. അവരുടെ തന്നെ പല ബന്ധുക്കളും വയനാടും കോഴിക്കോടും പിന്നെ വടകരയും അങ്ങനെയായിട്ടൊക്കെ ചെതറി കിടപ്പുണ്ട്. ആ ഒരു നല്ല സൗഹൃദ വലയം അന്നുമുണ്ട്, അതായത് ഇന്നും ഉണ്ട്. മാത്രമല്ല ഈ വിനോദേട്ടൻ്റെ മറ്റൊരു കുഞ്ഞമ്മയുടെ ബ്രസ്റ്റ് ക്യാൻസർ മാറിക്കിട്ടുവാൻ തക്കണം അമ്മയിൽ കൂടെ ഇടയിൽ തരുന്നു. ട്രിവാൻഡ്രത്ത് RCCയിലായിരുന്നു. ഏകദേശം 1 മാസത്തോളം ഇവിടെ നിന്ന് ആൻറ്റി നമ്മുടെ വീട്ടിലൊരാളിനെ പോലെയായിരുന്നു. നമ്മൾ ആ രീതിയിൽ നമ്മൾ ഒറ്റ ഇതായിരുന്നു. അങ്ങനെ ഒരു പരിചരണം ആൻറ്റിക്ക് കിട്ടി. ആ ഒരു സ്നേഹവും മറ്റ് നന്ദിയൊക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആൻറ്റിയുടെ ബ്രസ്റ്റ് ക്യാൻസർ പൂർണ്ണമായിട്ട് നീങ്ങി. ആ ക്യാൻസർ 20 വർഷം കഴിഞ്ഞെങ്കിൽ ഇതുവരെയും വന്നിട്ടില്ല, വരാതിരിക്കട്ടെ.
എൻ്റെയുടെയും കോഴിക്കോട് കോർപ്പറേഷനിൽ ജോലിയുള്ള വാസങ്ങളുടെയും ഏകമനങ്കനായിരിക്കുന്ന വസന്തലാൽ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾ MBBS കഴിഞ്ഞിട്ട് ഇപ്പം ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. മെഡിക്കൽ PGക്കുള്ള എൻട്രൻസിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് പ്രദീപ പബ്ലിക്കേഷൻ്റെ ഫിസിക്സ് ബുക്കൊക്കെ അവനെ കുറച്ച് കൊടുക്കാനുള്ള കൊണ്ടും ക്രൈസ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അന്ന് അവൻ കുഞ്ഞായിരുന്നു. ഒരു 2007-8 കാലഘട്ടത്തിൽ അത് പറഞ്ഞു തന്നേ ഉള്ളൂ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അങ്ങനെ കല്യാണത്തിൻ്റെ തലേദിവസം വിനോദേട്ടൻ, പിന്നെ അമ്മയുടെ കണ്ണൂരുള്ള സുഹൃത്തായിരിക്കുന്ന റോസലി ആൻറ്റി, വയനാടുള്ള സുഹൃത്തുക്കളുള്ള ഒരാളായിരിക്കുന്ന വിനോദേട്ടനും ഫാമിലിയും, അങ്ങനെ കുറേ പേരൊക്കെ നമ്മുടെ വീട്ടിൽ തലേ ദിവസം ഒന്നിച്ചിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുകയും രാത്രി എടുത്ത് അത്താഴമൊക്കെ ഒന്നിച്ചിരുന്ന് കഴിച്ചു. അതൊരു ത്രില്ലായിരുന്നു. മാരേജ് ഒരിക്കലാണുള്ളത്. അപ്പം നിങ്ങളും അങ്ങനെ കല്യാണം കഴിക്കാൻ പോകുന്നെങ്കിൽ അങ്ങനെ ആ ഒരു അനുഗ്രഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി മാരേജിലേക്ക് പോകണം. എടുത്തു ചാടി പുറപ്പെടരുത്. മാരേജ് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്തു, ഈ വിനോദേട്ടൻ എൻ്റെ ഒരു ചേട്ടനെ പോലെ നിന്ന് എൻ്റെ പെട്ടിയും പ്രമാണങ്ങളൊക്കെ വെച്ച് അമ്മയും വിനോദേട്ടനും കൂടെ ചേർന്ന് അപ്പൂപ്പനെയൊക്കെ കണ്ട് നമ്മൾ വീട്ടിലൊന്ന് കേക്ക് മുറിച്ചില്ല. ആ സമയത്ത് റോസലി ആൻറ്റിയും വിനോദേട്ടനും എല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. അതെല്ലാം കഴിഞ്ഞ് അനുഗ്രഹമൊക്കെ മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ 4 വീലറിൽ കയറി അമ്മ എന്ത് ചെയ്തു, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിൽ, നെടുമങ്ങാട് വാളിക്കോട്ടുള്ള ഭവനത്തിൽ, ലില്ലി ആൻറ്റിയും വിജിതയുടെ അമ്മ ഒരുക്കിയിരുന്ന ഭവനത്തിൽ നമ്മൾ വസിക്കാനൊക്കെ ഇടയിൽ. പിന്നെ ഒരു മാരീഡ് ലൈഫ് നമ്മുടെ ഫസ്റ്റ് നൈറ്റ്, അതായത് 2010 ജൂലൈ 17 ശനിയാഴ്ച, ക്രൈസ്റ്റിൻ്റെ കൃപയാൽ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ, അപ്പോൾ പേരൻസിൻ്റെ അനുമതിയോടുകൂടി ബ്ലെസ്സിങ്ങോടുകൂടി ആ ഒരു ലൈഫിൽ കിടക്കുന്ന എത്രമാത്രം അനുഗ്രഹവും ക്രൈസ്റ്റ് ജീസസിൻ്റെ ഫ്രീലി അബണ്ടൻ ഗ്രേസും, ഗുഡീസിന് വേണ്ടി അവരുടെ കൺഫ്യൂഷൻ പെട്ട പീസ്, ഫ്രീലി അബണ്ടൻ ഗ്രേസ് ഉണ്ടാകുമെന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പുള്ളിങ് ഡൗൺ സ്റ്റോൺസ്, ആ ഫ്രീഡം എൻജോയ് ചെയ്യാൻ എൻ്റെ കൊണ്ടും ഇടയിൽ ഓർ എക്സ്പെരിമെൻ്റ് അറ്റൈം ഹൂ ഷാൽ ഡെലിവർ മീ ഫ്രം ദ ബോഡി ദിസ് ഡെത്ത്. പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ ലൈഫ് ആരംഭിച്ചു. ഇടയ്ക്ക് മുടക്കൊക്കെ ഞാൻ അമ്മയും അപ്പനെ കാണാൻ വരുമായിരുന്നു. പിന്നീട് പല സ്കൂളുകളിലും, ആദ്യത്തെ സ്കൂൾ നഷ്ടമായെന്ന് പറഞ്ഞല്ലോ, പിന്നീട് അതിന് ശേഷം ധാരാളം സ്കൂളുകൾ മാറാനൊക്കെ ഇടയിൽ തോന്നി. വിദ്യാധിരാജ വിദ്യാമന്ദിർ സ്കൂളിൽ വർക്ക് ചെയ്തു. ആ സമയത്തൊന്നും കല്യാണം കഴിഞ്ഞ് 2 വർഷം 2 മാസം കുട്ടികളില്ലെന്നും കൂടെ ഓർക്കണം. അതിൻ്റെ ദുഃഖം ഉണ്ടായിരുന്നു. വിദ്യാരാജ വിദ്യാമന്ദിർ സ്കൂളിൽ വർക്ക് ചെയ്തു. പിന്നീട് അതിനുശേഷം ആര്യനാട് ഒരിടത്ത് ഗസ്റ്റ് ലെക്ചറായിട്ട് കുറച്ച് കാലം പോയി, നവംബർ 8. പിന്നീട് 2011 തന്നെ നവജീവൻ ബദനി വിദ്യാലയത്തിലും, പിന്നെ അതിനുശേഷം 2011 തന്നെ എന്ത് ചെയ്തു, സത്യസായി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെള്ളനാടും. ആ വർഷം തന്നെ തൊളിക്കോട് ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ പോകാൻ ഇടയിൽ. 2011 തന്നെ ലാസ്റ്റ് സമയത്ത് കള്ളിക്കാട് നമ്മുടെ ചിന്താലയ വിദ്യാലയം പോകാൻ ഇടയിൽ. 2012 സമയത്ത് മേരി നിലയം സ്കൂൾ പോങ്ങമ്മൂട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യാനിടത്ത്, ശ്രീഹരത്തിൻ്റെ അടുത്തുള്ള പൊങ്ങോട് വർക്ക് ചെയ്യാനിടത്തിരുന്നു. പിന്നീട് കേന്ദ്രീയ വിദ്യാലയത്തിൽ വർക്ക് ചെയ്യാനിടത്തിരുന്നു, അതായത് എയർഫോഴ്സ് സ്കൂൾ ആക്കുളം. പിന്നീട് ആ സമയത്താണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ 2012 ഒരു ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു വീഴ്ച വീണു ബാത്റൂമിൽ. എനിക്ക് പ്രിയപ്പെട്ട ഗ്രാൻഡ് ഫാദർ എൻ്റെ കല്യാണം കഴിഞ്ഞ് 2 വർഷം സംതിങ് ഒക്കെ ആയപ്പോഴത്തേക്കാണ് വീണത്. അത്രയും വർഷം ഉണ്ടായിരുന്നു. ഈ സമയത്ത് തൻ്റെ മൂത്ത ചെറുമകൻ ഒരച്ഛനായില്ലെന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തെ ഹൃദയത്തിലുണ്ടായിരുന്നു എന്ന് കരുതുന്നു. ഇതിനിടയ്ക്ക് ബൈ ദ ഗ്രേസ് വിജിതയും മെൻസസ് ആവാതെ പ്രഗ്നൻ്റ് ആകുമെൻ്റെ കൊണ്ടും പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് നാം എന്നെ അടിമത്തിൽ കൂടി പോരുത് ഫോർ ബുധനി ഹോൻ കാർഡർ ലിബർട്ടി ആൻഡ് ബി നോട്ട് പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് ഒഡീസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് പീസ് ആൻഡ് ബി നോട്ട് എന്തെങ്കിലും അഗൈൻ വിത്ത് യോക്ക പൊണ്ടേജ്. വിജിതയും പ്രഗ്നൻ്റ് ആകാൻ്റെ കൊണ്ടും ഇടയത്തിരുന്നു. മെൻസസ് ഒന്നും ആവാതെ പ്രഗ്നൻ്റ് ആകാൻ്റെ കൊണ്ട് ഇടതരുന്നു. അപ്പോൾ അതുപോലെ മാസം മറക്കൊന്നും ഇരുന്നില്ല, മെൻസ്ട്രേഷൻ സൈക്കിൾ വന്നില്ല. ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും പ്രഗ്നൻസി പോസിറ്റീവ് എന്ന് മനസ്സിലാക്കേണ്ടതൊക്കെ ഇടയത്തിരുന്നു. പിന്നീട് അപ്പൂപ്പൻ്റെ വീഴ്ച എന്ന് പറഞ്ഞല്ലോ, അപ്പൂപ്പൻ 2012 നവംബർ മാസം 7-ാം തീയതി അർദ്ധരാത്രിക്ക് മുമ്പ് ഒരു 3 മിനിറ്റിന് മുമ്പാണ് ഇഹലോകവാസം വെടിഞ്ഞത്. എൻ്റെ അമ്മമ്മ മരിച്ചത് 1992 ഫെബ്രുവരി മാസം 13 വീഴ്ചയുടെ ഫലമായിട്ടാണ് മരിച്ചെന്ന് ഓർക്കണം. അമ്മയ്ക്ക് അന്ന് 60+ സംതിങ്. അപ്പൂപ്പനാണെങ്കിൽ മരിക്കുന്ന സമയത്ത് അപ്പൂപ്പനും അമ്മയും തമ്മിലൊരു 10 വർഷത്തെ വ്യത്യാസം വരും. അപ്പൂപ്പൻ മരിക്കുന്ന സമയത്ത് ഏകദേശം 95 അടുപ്പിച്ചുണ്ടായിരുന്നു, 94 95 അടുപ്പിച്ചുണ്ടായിരുന്നു. 1918 ആ സമയത്താണ് ജന്മദിനം. അത് കുഞ്ഞമ്മ എന്ന് പറഞ്ഞിരിക്കുന്ന മുത്തശ്ശിയുടെ മകനായിരുന്നു. അപ്പൂപ്പൻ അന്ന് മരുമക്കത്തായിരുന്നല്ലോ, നാരായണപിള്ള എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ അനന്തരവനുമായിരുന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പൂപ്പൻ മരിക്കുന്ന സമയത്ത്
ഞാൻ ഒരു പിതാവാൻ പോകുന്നു. ക്രൈസിസിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടും, നമുക്കൊരു പ്രത്യാശയുണ്ട്, സ്വർഗ്ഗരാജ്യമുണ്ട്, നമ്മുടെ പാവങ്ങൾ മോചിക്കപ്പെടുമെന്നുള്ള അർത്ഥത്തിലേക്ക്, അല്ലെങ്കിൽ ക്രൈസിസിനെ കുറിച്ച് പറയുവാൻ തക്കാണ് ഇടയിൽ ക്രൈസിസിൻ്റെ ഒരു സാക്ഷി എന്നുള്ള അർത്ഥത്തിൽ പറയാൻ ഇടയിൽ അദ്ദേഹം എസ് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ക്രൈസിസിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്നെനിക്കൊരു അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു പ്രത്യാശ ഉണ്ട്. ഇഫ് ഐ നോളജ് ഈസ് ട്രൂ, ക്രൈസിസ് സഹായിക്കട്ടെ. മനസ്സിലായില്ലേ? പിന്നീട് ആ ദുഃഖത്തിൻ്റെ നാളുകൾ, നവംബർ 7 ശേഷം പിന്നീട് കുറച്ച് ദിവസങ്ങൾ ദുഃഖത്തിൻ്റെ നാളുകൾ. എങ്കിലും ഞാനൊരു പിതാവാണ് ആയി എന്നുള്ള വാർത്ത കേട്ട് സന്തോഷത്തോടെ, ക്രൈസിസിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ട്, ക്രൈസിസാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള ഒരു ഹോപ്പ്, അല്ലെങ്കിൽ ക്രൈസിസിൽ വിശ്വസിച്ച് നമുക്ക് ഹോപ്പുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എസ് പറഞ്ഞ് അദ്ദേഹം എസ് എന്നുള്ള അർത്ഥത്തെ സമ്മതിച്ചിട്ടാണ് ഇഹലോകവാസം വെടിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊരു ഹോപ്പുണ്ട്. ഞാൻ ഒരു പിതാവായി എന്ന് അറിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. അത് അറിഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് അബോധാവസ്ഥ, ഏകദേശം ഒരു 11 മണിക്കൂർ പ്ലസ് സംതിങ് അബോധാവസ്ഥ ഉണ്ടായി. പിന്നീട് അദ്ദേഹത്തിൻ്റെ യൂറിനൊക്കെ കുറഞ്ഞു വരുവാൻ ഇടയിൽ തരുന്നു. ലാസ്റ്റ് സമയത്ത് ഒരു ലാസ്റ്റ് ബ്രീത്ത് എടുത്തിട്ട് ഞാൻ ആ സമയത്ത് അടുത്തുണ്ടായിരുന്നു. മറ്റാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം അദ്ദേഹത്തിന് ക്രൈസിസിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ക്രൈസിസിനെ കുറിച്ച് ചെവിയിൽ പറയാനുള്ള അവസരം എനിക്കുണ്ടായി. എൻ്റെ അമ്മാവന്മാർക്കും അമ്മയ്ക്ക് പോലും ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. അവർ രാമായണമൊക്കെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പിശാനെതിരെ പണി പറ്റിക്കാൻ ഇടയിൽ തരുന്നു. പിന്നീട് ദുഃഖത്തിൻ്റെ നാളുകൾ. ഇതിനിടയ്ക്ക് വിജിതരെ പ്രഗ്നൻസി പീരീഡ്, അതായത് സെക്കൻഡ് മന്തൊക്കെ കഴിഞ്ഞു, തേർഡ് മന്ത്. അങ്ങനെ കേന്ദ്രീയ വിദ്യാലയത്തിൽ 2013 ഞാൻ കിട്ടുവാനിടയിൽ തരുന്നു. അത് ജസ്റ്റ് ആക്സിഡൻ്റലായിട്ട് അതുവഴി പോയപ്പം ഇങ്ങനെ മ്യൂസിയത്തടക്കം പോയ സമയത്ത് അവിടെ KVയിൽ എയർഫോഴ്സ് കൊളാക്കുളത്ത് ഇൻ്റർവ്യൂവിന് ആളുകൾ എടുക്കുന്നുണ്ടെന്നുള്ളൊരു വാർത്ത കേട്ട് അങ്ങനെ പോയതാണ്. ചെന്ന ഉടനെ അവർ ചോദിച്ച സമയത്തെല്ലാം കുറച്ച് റിലേറ്റിവിറ്റി കുറച്ചുള്ള ചോദ്യങ്ങളും ഫിസിക്സിലെ കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചു. അതൊക്കെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. അങ്ങനെ എന്തായാലും ക്രൈസിസിൻ്റെ കൃപ ലഭിക്കാൻ ഇടയിൽ തരുന്നു. അങ്ങനെ കുറച്ച് മാസം അവിടെ വർക്ക് ചെയ്യാൻ ഇടയിൽ തരുന്നു. കാത്തിരിപ്പിന് ശേഷം ഇനി ജൂൺ മാസം 21 തീയതിയാണ് 2013 എൻ്റെ മകൻ ജനിച്ചെങ്കിലും ഇതിനിടയ്ക്ക് അമ്മയും വീതിയും തമ്മിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്മ വിജിതയ്ക്ക് ഒരു ഗർഭിണി എന്നുള്ള അർത്ഥത്തിൽ മരുമോളെന്ന അർത്ഥത്തിൽ കാഷ്യൂനട്ടും ബദാമും അങ്ങനെ ചില കാര്യങ്ങളായിട്ട് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള കേസിന് അമ്മമ്മേരെ വീട് ദാണ്ട് അപ്പുറത്താണ്. ഈ വീടല്ല, എൻ്റെ അപ്പുറത്ത് ബാക്കിൽ. ആ അമ്മയ്ക്ക് നൗ ഷീ ഈസ് നിയർലി 87 or something. ആ സമയത്ത് ആ പുള്ളിക്കാരിയായിട്ട് പോകാൻ്റെ കൊണ്ടിടത്ത്, ഇതൊക്കെ എൻ്റെ വീടിന് ചുറ്റുമുള്ള പരിസരങ്ങളാണ്, പോകാൻ്റെ കൊണ്ടിട തരുന്നത്. അതാണ്ട് ആ കാണുന്ന വീട്, ആ മരത്തിൻ്റെ ഇടയിൽ അതാണ്ടൊരു വീട് കാണുന്നില്ലേ അവിടെ. ഇപ്പോൾ ഒരു അറ്റാക്കൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു അറ്റാക്ക് കഴിഞ്ഞിട്ട് പുള്ളി വിശ്രമത്തിലാണ്. അന്ന് പുള്ളിക്കൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, മങ്കാട്ടടവിന് ശേഷം 1994 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയത് ഞാൻ മങ്കാട്ടടവിലാണ്, കൊടുമ്പോട്ടിലാണ്. ആ കൊടുമ്പോട്ടിൻ്റെ അടുത്തുള്ള പിന്നെ കരമനയാറ്റിലൊക്കെയാണ്, മങ്കാട്ടടാറ്റിലാണ് ഞാൻ നീന്തൽ പഠിച്ചതും. എൻ്റെ സഹവാസമൊക്കെ അവിടെ ആയിരുന്നു, ആ പരിസരം. അതെൻ്റെ ഫസ്റ്റ് നാട്. വലിയോള വന്നത് 1994 ആണ്, എൻ്റെ 15ാമത്തെ വയസ്സിൽ. SLC പരീക്ഷയുടെ റിസൾട്ട് അറിയുന്ന വലിയോളയും പരീക്ഷ എഴുതിയത് മങ്കാട്ടടാണെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പം അമ്മ ട്രാൻസ്ഫറായി, SITയിൽ ജോലി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പകൽ എനിക്ക് ആഹാരമൊക്കെ വെച്ചിരുന്നതും അമ്മയ്ക്കൊക്കെ ആഹാരമൊക്കെ വെച്ചിരുന്നത് അമ്മയുടെ തന്നെ കുഞ്ഞമ്മയായിരിക്കുന്ന ആ കേസിൻ്റെ അമ്മയാണ്. ആ ചെയ്ത ഉപകാരങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറക്കാൻ പറ്റത്തില്ല. ആ അമ്മയാണ് പ്രഗ്നൻസി പീരീഡിൽ അമ്മയുടെ കൂടെ അക്കോമ്പനി ചെയ്ത് വിജിതയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്യൂനട്ടും ബദാമോട്ടൊക്കെ വന്നത്. ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാക്കത്തില്ല. എനിക്ക് ലാക്കോളെ പോയി എന്തോ ഒരു മുട്ടയാണ് പൊരിച്ചത്, അമ്മയാണ് മേടിച്ചതെന്നെങ്കിലും അങ്ങനെ പൊരിച്ച് തരാനുള്ള മനസ്സുണ്ടായല്ലോ. ഉണ്ട് ക്യാബേജ് കറി സ്ഥിരമായിട്ട് വെച്ചുകൊണ്ടിരുന്നൊരു അമ്മമ്മയായിരുന്നു. എനിക്ക് അമ്മമ്മയില്ലെങ്കിൽ അമ്മമ്മയുടെ അനിയത്തിയെങ്കിലും ഉണ്ടല്ലോ. ആ സമയത്ത് അപ്പൂപ്പനും ജീവനോടെ ഉണ്ടായിരുന്നു. ഏത് വിജിത പ്രഗ്നൻ്റ് ആയ ശേഷമുള്ള സമയത്തല്ല, ലാക്കോളെ പഠിച്ച സമയത്ത്, മുട്ടയൊക്കെ പൊരിച്ച് തരുന്ന സമയത്ത് 2012 നവംബർ 7 ശേഷം അപ്പൂപ്പൻ ശരീരത്തിലില്ല. മനസ്സിലായില്ലേ? ശരീരം പിടിഞ്ഞു. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. 2013 ഒരു മെയ് ഒക്കെ ആയപ്പോഴത്തേക്ക് അമ്മയും കേസിനും അമ്മയും കൂടെ വിജിതയെ കാണാൻ കടന്നു. കാഷ്യൂനട്ടും സം ഫുഡ് ഐറ്റംസായിട്ട് പിണക്കം പതുക്കെ കുറഞ്ഞു വന്നു. ആ സമയം ഒരു വിഷു അടുപ്പിച്ച സമയം തൊട്ട് ക്രൈസിസിനൊക്കെ ഒരു രാത്രിയിൽ കുറച്ച് നേരം ചില വിഷയങ്ങളോർത്ത് ഈ വിഷയങ്ങളൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ക്രൈസിസ് അയച്ചു. എന്തായിരുന്നു അതിൻ്റെ ഫലം എന്നോണം ക്രൈസിസസ് ബൈ ദ ഗ്രേസ് ആൻ ഗ്ലോറി ടു അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ക്രൈസിസസ് അതിൻ്റെ ഉത്തരം നൽകി. ആ ഒരു ദേഷ്യത്തിനും പിണക്കത്തിനൊക്കെ അയവ് വന്നു. 2013 ജൂൺ 21 കുട്ടു ഇഹലോകവാസത്തിലേക്ക് കടന്നു വരുവാനിടയിൽ തരുന്നു. ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലെ ആ ജോബും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് അതിനുശേഷം എനിക്ക് നഷ്ടമാകാൻ ഇടയിൽ തരുന്നു.
ഇതിൻ്റെയൊക്കെ കുറച്ച് കുട്ടികളെയും ടീച്ചറെയൊക്കെ പരിചയപ്പെട്ടു. കേന്ദ്ര വിദ്യാലയത്തിലെ അനുഭവങ്ങളൊക്കെ പിന്നീട് പറയാം. അങ്ങനെ കുട്ടിമോനൊക്കെ ജനിക്കുന്നു. പിന്നീട് അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് അതിലൊരു അധ്യാപകൻ പാരവശതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് പുറത്തായത്. അങ്ങനെ ഞാൻ 2013-14 സമയത്ത് BNV കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അവിടെ MEd കോഴ്സ് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ MEd കോഴ്സിന് ചേരുവാൻ തക്കൊണ്ട് ഇടയിത്തരുന്നു. അന്ന് എൻ്റെ മകൻ 1 വയസ്സ് പോലും ആയിട്ടില്ല. അങ്ങനെ കുടുംബജീവിതം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ, കുടുംബജീവിതം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നല്ലൊരു എഡ്യൂക്കേഷനും കൂടെ, ഒരു ഡിഗ്രിയും കൂടെ എടുക്കാൻ തക്കണം, ഒരു PG ഡിഗ്രിയും കൂടെ എടുക്കാൻ തക്കണം ക്രൈസിസ് ഫ്രീലി സഹായിച്ചു. 74.4% ഉണ്ടായിരുന്നു. MSc ഫിസിക്സിന് 70.03% ക്രൈസിസ് ഫ്രീലി ഗ്രേസിനാൽ നൽകി. പുള്ളിൻ്റെയാണ്. ഇതെല്ലാം എൻ്റെ വിദ്യാഭ്യാസ മേഖലയിലും റിഫ്ലക്റ്റ് ചെയ്യാൻ തക്കൊണ്ട് ഇടയിത്തരുന്നു. അങ്ങനെ MEd ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നീട് വർക്ക് ചെയ്തത് വട്ടിയൂർക്കാവ് ഹയർ സെക്കൻഡറിയിലാണ്. പിന്നീട് അതിനുശേഷം വർക്ക് ചെയ്തത് പേട്ട GVHSS ഫോർ ഗേൾസിലാണ്. പിന്നീട് അതിനുശേഷം വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോട്ടുകാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 വർഷം ഉണ്ടായിരുന്നു. നമ്മൾ 12 പേരും ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിരുന്നു. 2016 മുതൽ 17 വരെയുള്ള കാലഘട്ടത്തിൽ. അന്ന് കോവിഡ് എന്താണെന്നുള്ളത് നമുക്കറിഞ്ഞൂടാ. പിന്നീട് അതിനുശേഷം നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള തിരുപുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ചെല്ലാം ഉണ്ടായിരുന്നു. ഒരു ടീച്ചർ ട്രാൻസ്ഫർ ചെയ്യേണ്ട ഉടനെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു 2 മാസത്തിന് ശേഷം. പിന്നീട് അതിനുശേഷം നമ്മുടെ പെരുമ്പഴുതൂർ, നെയ്യാറ്റിൻകരയ്ക്കടുത്തുള്ള ട്രിവാൻഡ്രം പെരുമ്പഴുതൂർ പോളിടെക്നിക് കോളേജിൽ ഫിസിക്സ് ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കുറച്ചെല്ലാം വർക്ക് ചെയ്യേണ്ട ക്രിസ്റ്റേജ് ഫ്രീലി ഗ്രേസിനാൽ സഹായിച്ചു. പിന്നീട് അതിനുശേഷം HSA ഫിസിക്കൽ സയൻസ് ആദ്യമായിട്ട് കാലെടുത്ത് വെച്ചു. ഇവിടെ നമ്മുടെ പൂവാറില്ലേ, ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര പൂവാറ് കടൽക്കരയുള്ള ഒരു സ്കൂളിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നു. 2017 അവസാനം. പിന്നീട് അതിനുശേഷം 2018 പറഞ്ഞപ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് ഒരുപാടൊക്കെ അനുഭവങ്ങളുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. 2017 അപ്പോൾ ഈ വയനാടുള്ള മിസ്സസ് റൈനാൻ്റെ ഒരു വീട്ടിലേക്ക് ഞാനും വിജിതയും കുട്ടുമോനും അമ്മ, നമ്മൾ 3 പേരെയും കൂടെ അമ്മ കൊണ്ടുപോകാനിടയിൽ. അതൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് 2017 ആ ഓണം വെക്കേഷൻ സമയത്ത് നമ്മൾ കന്യാകുമാരിയാണ് പോകാനിടയിൽ. അങ്ങനെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മൾ 4 പേര്, ഞാനും വിജിതയും കുട്ടുവും അമ്മയൊക്കെ. അന്ന് കുട്ടി വളരെ ചെറുത്. ആ ഫോട്ടോയൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അന്ന് കുട്ടുവിന് ഏകദേശം ഒരു 3-4 വയസ്സൊക്കെ ഉള്ളൂ. ഇന്നത്തെ പോലെ 7ാം ക്ലാസ്സിലൊന്നുമല്ല. ഇപ്പം ഈ 2026 കറണ്ട് 7 നിന്ന് 8ലേക്ക്, ഇനി സ്കൂൾ തുറക്കുമ്പോൾ 8ാം ക്ലാസ്സിലാണ്. അന്ന് അവന് അത്രയും പ്രായമൊന്നുമില്ലല്ലോ. അന്ന് വിജിത എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വിജിത എൻ്റെ അടുക്കലേക്ക് റെസ്റ്റോർ ചെയ്യട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു വിരോധമില്ല. 2017 ശേഷം 2018 ശ്രീകാര്യം ഗവൺമെൻറ് HSAയിൽ ഫിസിക്കൽ സയൻസ് അധ്യാപനമായിട്ട് ഞാൻ വർക്ക് ചെയ്തു. ഇൻ്റർവ്യൂവിൽ കിട്ടി. പിന്നീട് അതിനുശേഷം 2018 തന്നെ എനിക്ക് PSCക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് പ്രായം അടുത്തടുത്ത് വരുന്നു. പിന്നീട് അതിനുശേഷം കരമന 2018 തന്നെ കരമന നമ്മുടെ തളിയലിൻ്റെ അടുത്തൊരു സ്കൂളിൽ, കൈമനത്തിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ കുറച്ചെല്ലാം ഗസ്റ്റ് ലെക്ചറായിരുന്നു. 2018 പിന്നീട് 18-19 PSNM ഹൈസ്കൂളിൽ, ഗവൺമെൻറ് ഹൈസ്കൂളിൽ പേരൂർക്കട കുറച്ച് കാലം ഉണ്ടായിരുന്നു. 18-19 കാലഘട്ടം. പിന്നീട് അതിനുശേഷം 2019 കോവിഡൊക്കെ വരുന്നതിന് കുറച്ച് മുമ്പ് വെഞ്ഞാറമൂട് HSA ആയിട്ട് ഗവൺമെൻറ് HSAയിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു. ഇപ്പോഴും ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലെന്ന് ഓർക്കണം. ഇതിനിടയ്ക്കൊക്കെ ധാരാളം വർക്ക് ചെയ്ത ചില സ്കൂളുകളിലൊക്കെ PSC എക്സാമിനേഷൻ ഇൻവിജിലേഷൻ നിന്നിട്ടുണ്ട്. യാതൊരു യോഗ്യതയും ഐ ആം നത്തിങ്, മനസ്സിലായില്ലേ? എന്നിട്ടും ക്രൈസിസ് എൻ്റെ ഗ്രേസിനെ സഹായിച്ചില്ലേ? ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാക്കാൻ പോകുന്ന ആളുകൾക്ക് ഇൻവിജിലേഷൻ വയ്ക്കാൻ ക്രൈസിസിനെ സഹായിച്ചെന്ന് പറയുന്നത് ഒരു അത്ഭുതാവഹമായ കാര്യമല്ലേ? വെഞ്ഞാറമൂട് HSA ആയിട്ട് വർക്ക് ചെയ്ത ശേഷം ഞാൻ വർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കലേക്ക് അടുക്കുള്ള നെഹ്റു എന്ന് പറഞ്ഞിരിക്കുന്ന ഏതൊരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്കല ഇടവ കായലിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നെഹ്റു അല്ല, ജവഹർ പബ്ലിക് സ്കൂളുണ്ടല്ലോ, അവിടെ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം കോവിഡായിപ്പോയി. എങ്കിലും കോവിഡ് കാലഘട്ടത്തിൽ, കോവിഡ് കാലഘട്ടത്തിൽ 2 TTC കോളേജിൽ വർക്ക് ചെയ്യാൻ തക്കണം. ഒന്ന് നമ്മുടെ നെയ്യാറ്റിൻകര
നമ്മുടെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഒരു TTC കോളേജുണ്ട്. TTC കോളേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര നമ്മുടെ മൂന്നുകല്ലിൻ മൂടുന്ന വലത്തോട്ട് പോകുമ്പോഴത്തേക്കും ഒരു TTC കോളേജുണ്ട്. കുറച്ച് ദൂരം പോകണം. ആ TTC കോളേജിൽ കുറച്ച് കാലം വർക്ക് ചെയ്യാൻ്റെ കൊണ്ട് ഇടയിൽ തീർന്നു. അപ്പോൾ ആ കോവിഡ് കാലഘട്ടത്തിൽ തന്നെ പിരായിമൂട് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത്, അമരവിളക്കടുത്തുള്ള പിരായിമൂട് കുറച്ച് കാലം TTC അധ്യാപനമായിട്ട് പോകാൻ്റെ കൊണ്ട് ഇടയിൽ തീർന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ജീവിതത്തിൽ 22 സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യാൻ്റെ കൊണ്ട് ഇടയിൽ തീർന്നു. പിന്നീട് അതിനുശേഷം കോവിഡൊക്കെ ഒന്ന് മാറി വന്ന ശേഷം ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് കാലുത്തുവാൻ കൊണ്ട് ഇടയിൽ തീർന്നു. വിജിതയൊക്കെ എനിക്ക് റെസ്റ്റോർ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇടയ്ക്കുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഇപ്പം പറയാൻ പറ്റിയിട്ടില്ല, പിന്നെ ഒരു അവസരത്തിൽ പറയാം. വിജിതയൊക്കെ എനിക്ക് മടക്കി ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അത് ലഭിക്കട്ടെ എന്ന് പറയാം. പണ്ടുണ്ടായിരുന്ന സന്തോഷം വിജിതയുടെ കൂടെയുള്ള ഒത്തൊരുമിച്ചുള്ള ജീവിതം ലഭിക്കട്ടെ എന്ന് പറയുന്നു. അമ്മായിയമ്മ മരുമോൾ പോരി ഏത് വീട്ടിലാണ് ഇല്ലാത്തത്, അതെന്തായാലും മടക്കി വരുന്നത്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ അവിടെയും അവർക്കിടയിൽ ഇതുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അത് നോക്കി നമ്മളൊരു വ്യക്തി അളക്കണ്ട. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. എന്തായാലും വിജിതയും അമ്മയും തമ്മിലുള്ള പ്രശ്നം എല്ലാം മാറട്ടെ. ഇതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അമ്മ വിജിതയും തമ്മിലുള്ള ചില കൊളീഷൻസ്, ഇവർ തമ്മിലുള്ള ഈഗോസ്, അങ്ങനെയൊക്കെ കുറച്ച് ക്ലാഷ് ഉണ്ടായി. അതിൻ്റെ ഇതിലേക്ക് എനിക്കും കുട്ടുമോനും എന്നെയും കുട്ടുമോനെയൊക്കെ അവർ വലിച്ചഴക്കാൻ ഇടയത്തിരുന്നു. എങ്കിലും ക്രൈസിസിനൊക്കെ വരെ നമ്മളൊക്കെ അതിനെ സർവൈവ് ചെയ്തു. നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം. നോർത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് എനിക്ക് പോകാൻ തോന്നി. കാരണം എന്ന് വെച്ചാൽ എന്നെ കരുതാൻ മറ്റാരും ഇല്ലല്ലോ. അതുകൊണ്ട് ആദ്യം ബീഹാർ ബാങ്കൊക്കെ അടുത്തുള്ള AMHS അദ്വൈത മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കുറച്ച് നേരം വർക്ക് ചെയ്യാൻ ഇടയത്തിരുന്നു. അതായത് 2022 ആ വർഷത്തിൽ തന്നെ എനിക്ക് രാജസ്ഥാനിൽ നമ്മുടെ കരോളി, അതായത് കളക്ട്രേറ്റിനടുത്തുള്ള കരോളിയിൽ ഒരു മലയാളിയെ വർഗീസ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ, വർഗീസാർ നടത്തുന്ന സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ വർഗീസ് ബ്രദർ നടത്തുന്ന സ്ഥാപനത്തിൽ കുറച്ച് കാലം വർക്ക് ചെയ്യാൻ ഇടയത്തിരുന്നു. ജോമോനും രേവതി, വിഷ്ണു അതൊക്കെ മലയാളികളായിരുന്നു. മാണി എന്ന് പറഞ്ഞൊരു വൈസ് പ്രിൻസിപ്പൾ മലയാളിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫായ ജയശ്രീ ടീച്ചർ, അതുപോലെ തന്നെ ജോമോൻ സാർ ഇടുക്കിക്കാരൻ, ക്രിസ്റ്റീന ടീച്ചർ ഇടുക്കിക്കാരിയാണെന്ന് തോന്നുന്നു, ക്രിസ്റ്റീന ജിഷ്ണു, അവരുടെ മകനാണ് ഹർഷൻ, രേവതിയുടെ വിഷ്ണുവിൻ്റെ മകനാണ് അമ്പാടി. അങ്ങനെ ആ അനുഭവങ്ങൾ കുറേയുണ്ട്. അവിടെ അവരുടെ ആ ബംഗ്ലാവിൽ നമുക്ക് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ റൂം എന്ന് പറയുന്നില്ല, 2 പേര് വീതം ഒരു റൂമിൽ വസിക്കാം. അങ്ങനെയൊക്കെ ഒരു അനുഭവമുണ്ട്. ആ അനുഭവങ്ങൾ കുറേയുണ്ട്. രാജസ്ഥാനിലെ അനുഭവങ്ങളൊക്കെ കുറേയുണ്ട്. അവിടുത്തെ ആൻറ്റിമാർ സിഗരറ്റ് വലിക്കാറുണ്ട്. അങ്ങനെ ബീഹാർ കഴിഞ്ഞ് രാജസ്ഥാനായി. അപ്പോൾ 22 + 2 24 ആയി. പിന്നെ 2023 നമ്മളെ ചണ്ടോളി ഡിസ്ട്രിക്റ്റിൽ ഒരു യൂട്യൂബറായ സാജു തോമസിൻ്റെ സ്ഥാപനത്തിൽ കേരള പബ്ലിക് സ്കൂളിൽ ഒരു വിസിറ്റിംഗ് അധ്യാപനമായിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്തു. കുറച്ച് ഡേയ്സ് വർക്ക് ചെയ്തു, 3 ദിവസം വർക്ക് ചെയ്തു. പിന്നീട് അതിനുശേഷം പ്രിൻസിപ്പൽ എന്നുള്ള അർത്ഥത്തിൽ ആരാണോ എന്നെ പ്രിൻസിപ്പളാക്കാൻ ഉദ്ദേശിച്ചത്, ഒരു IPS ഓഫീസർ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ജോൺപൂർ ഡിസ്ട്രിക്റ്റിൽ ബാഷാപൂറിനടുത്തുള്ള തരഹട്ടിയിൽ ഇസ്രാദേവ് ഇൻ്റർ കോളേജിൽ കുറച്ച് മാസങ്ങൾ പ്രിൻസിപ്പളായിരുന്നു. 2 മാസം പ്രിൻസിപ്പളായിരുന്നു വെക്കേഷന്. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനൊരു സൈലൻറ്റ് അറ്റാക്ക് ഒന്ന് മരിക്കുന്നു. ടീച്ചേഴ്സൊക്കെ ഗ്രൂപ്പായിട്ട് തിരിയുന്നു. അപ്പോൾ അത് ഞാൻ പിന്നെ ഒരു അവസരത്തിൽ പറയാം. അങ്ങനെ ഒരു പ്രിൻസിപ്പൽ സീറ്റിലും കുറച്ച് കാലം ഇരിക്കാൻ ഇടയായിത്തീർന്നു. ആ സമയത്തുള്ള അനുഭവങ്ങളെല്ലാം ഞാൻ ഈ പുസ്തക ഷെൽഫിലൊക്കെ, എൻ്റെ പുസ്തക അനുഭവത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഡയറി പെട്ടിക്കകത്തൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഈ കാര്യങ്ങൾ പറയണമല്ലോ, ഒരു ഇൻട്രഡക്ഷൻ പോലെ. അത് പറഞ്ഞതേ ഉള്ളൂ. പിന്നീട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം ഈ നേരത്തെ ഹസ്ബൻഡ് 2008 മെയ് മാസം 8-ാം തീയതി ദിവംഗതനായ ചന്ദ്രൻ ചിറ്റപ്പനുണ്ടല്ലോ, ദിവംഗതനായ ചന്ദ്രൻ ചിറ്റപ്പൻ്റെയും ബിന്ദു കുഞ്ഞമ്മയുടെയും ഒരു മകനും മകളും ഉണ്ട്. അതായത് ആനന്ദും അമ്മും. അതിൽ ആനന്ദിൻ്റെ വിവാഹം എന്ന് പറയുന്നത് 2023 ജൂലൈ മാസം 5-ാം തീയതിയാണ്. അമ്മുവിൻ്റെ വിവാഹം കോവിഡ് കാലഘട്ടത്തിൽ 2020 സെപ്റ്റംബർ 10 ആണെന്ന് തോന്നുന്നു നടന്നത്. ഒരു വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. 2000 ഒരു വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. 2020 സെപ്റ്റംബർ 10 വ്യാഴാഴ്ചയാണെന്ന് തോന്നുന്നു. നേരെ വെച്ച് 2023 ജൂലൈ മാസം 5-ാം തീയതി ബുധനാഴ്ചയാണെന്ന് തോന്നുന്നു. ഇഫ് മൈ നോളജ് ഈസ് ട്രൂ, ആനന്ദ് സിയുടെ കല്യാണം നടന്നത്. ചെറിയൻകീഴുകാരിയാണ് വധു. ആ കല്യാണത്തിന് പങ്കെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും കൊടുത്ത ആപ്ലിക്കേഷൻ ഫോം അനുസരിച്ച് തന്നെ എനിക്ക് നോർത്ത് രാജസ്ഥാൻ ഗംഗാനാറിലുള്ള പഞ്ചാബിൻ്റെ ബോർഡറോട്ട് ഷെയർ ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് ബ്ലൂ മൗണ്ട് ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നൊരു ക്ഷണം വരുവാനിടയിത്തീർന്നു. അങ്ങനെ കുറച്ച് മാസങ്ങൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നോർത്ത് ഇന്ത്യയിൽ വീണ്ടും പോകാനിടയിത്തീർന്നു. ആ കാലഘട്ടം കഴിഞ്ഞ ശേഷം
2023 ഒരു ആഗസ്റ്റ് 19 ശേഷം പിന്നീട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിലേക്ക് മടങ്ങി വരാൻ ഇടയായി തീർന്നു. പിന്നീട് അങ്ങനെ കുറച്ചു കാലം പോയി. 2024 പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞ ശേഷം ഒരു ഏപ്രിൽ, മെയിലൊക്കെ അമ്മ ഇടയ്ക്ക് ഏതോ മറ്റു ചില സ്ഥലങ്ങളിൽ ടൂർ പോയി. ഏപ്രിലിൽ ഇവിടെ കേരളത്തിനകത്തുള്ള ഏതൊരു മലമ്പ്രദേശത്ത് ടൂറാണ് പോയത്. മെയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അമ്മ ഇതിനിടയ്ക്ക് മലേഷ്യ, സിംഗപ്പൂരൊക്കെ 2019 പോയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല, അത് മറ്റൊരു അവസരത്തിൽ പറയാം. അതുപോലെ തന്നെ അമ്മ ഇൻ്റർനാഷണൽ ടൂർ പോയാൽ ഒരു സ്ഥലമാണ് 2019 സിംഗപ്പൂർ, മലേഷ്യ പോയതുപോലെ തന്നെ 2024 നേപ്പാളിൽ പോകാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നു. അങ്ങനെ പങ്കെടുത്ത കൂട്ടത്തിൽ MA പബ്ലിക് സ്കൂൾ വർക്കല, ചാവർക്കാട്, അവിടെ കുറച്ച് കാലം ഇൻ്റർവ്യൂവിന് പങ്കെടുത്തതിൻ്റെ ഫലമായിട്ട് അവരെന്നെ അപ്പോയിൻ്റ് ചെയ്യാൻ ഇടയായി തീർന്നു. പിന്നീട് അതിനുശേഷം ആ വർഷം തന്നെ 2024 ജൂലൈ അവസാനമായപ്പോഴത്തേക്ക് എൻ്റെ അച്ഛനൊരു വീഴ്ച വീണു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ അച്ഛനെ കഠിനംകുളത്തിൽ നിന്നും നമ്മുടെ വലിയോള നാട്ടിലേക്ക് എത്തിക്കാൻ ഇടയായി തീർന്നു. ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞു. അതായത് ആഗസ്റ്റ് മാസം 13-ാം തീയതി രാത്രി ഒരു 8:27 അടുപ്പിച്ച് നമ്മയൊക്കെ വിട്ട് 81-ാമത്തെ വയസ്സിൽ നല്ല ആരോഗ്യത്തോടെ ഇരുന്ന മനുഷ്യനാണ്. വേറെ വലിയ രോഗങ്ങളൊന്നുമില്ല. ആ വീഴ്ചയുടെ ഫലമായിട്ട് ഒരു 2 ആഴ്ച ഒരു കിടപ്പിലായിപ്പോയി. അതിനുശേഷം ആ സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ചെവിയിൽ ക്രൈസ്റ്റിൻ്റെ ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. ക്രൈസ്റ്റ് ബ്ലസ് യു എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം അത് ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷ ഉണ്ടാകുമെന്ന് ഞാൻ പുള്ളിങ് ഡൊണസ്റ്റോൾസ് ഫോർ ബദനി ഹോൻ കാണ്ടർ ലിബർട്ടി നാമിനെ അടിമത്തിൽ കൂടി വരുന്നത് ബിലീവ് ചെയ്യുന്നു. ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് പീസ് നാമിനെ അടിമത്തിൽ കൂടി വരുന്നത്. അദ്ദേഹം ആ സാൽവേഷൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുള്ളിങ് ഡൊണഫ് അങ്ങനെ 2024 ആഗസ്റ്റ് 13-ാം തീയതി ചൊവ്വാഴ്ച ഒരു 8:27 അടുപ്പിച്ച് ഇഹലോകവാസം എൻ്റെ അച്ഛനും അടിയനും ഇടയിൽ തീർന്നു. അറ്റ് ദി ഏജ് ഓഫ് 81. ദീർഘകാലം അമ്മയും അച്ഛനും തമ്മിൽ അകന്നാണ് നിന്നിരുന്നത്. 2011 നവജീവൻ ബദനി വിദ്യാലയത്തിൽ പഠിക്കുന്ന സമയത്ത് ഞാനും വിജിതയും പോയി അച്ഛനെ കാണുവാനൊക്കെ ഇടയിൽ തീർന്നു. തുടർന്ന് 2014 ആയപ്പോഴത്തേക്കും ഞാൻ MD പഠിക്കുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞ ശേഷം ഒക്ടോബർ മാസത്തിൽ അച്ഛൻ വലിയോളയിൽ മടങ്ങി വരാൻ ഇടയിൽ തീർന്നു. ഒരാഴ്ച ഇവിടെ നിന്നിട്ട് ബാക്കി സമയം കഠിനംകുളത്ത് പോകും. കാരണം അവിടെ നാടും തേങ്ങയും പറമ്പൊക്കെ ഉണ്ടാണല്ലോ. അങ്ങനെ അവിടെ പോകും, ഇവിടെ വരും, അവിടെ പോകും, ഇവിടെ വരും. അങ്ങനെ ഒരു 10 വർഷം നിന്നിരുന്നു. അങ്ങനെയുള്ള അച്ഛനാണ്. ഏകദേശം 9 വർഷം സംതിങ് നിന്നിരുന്നു. അങ്ങനെയുള്ള അച്ഛനാണ് 2024 ആഗസ്റ്റ് 13 നമ്മളെ വിട്ട് ഡിപ്പാർട്ട് ചെയ്തത്. നാമിനെ ഗോഡ് ഈസ് നോട്ട് യാതൊരു കൺഫ്യൂഷൻ ബട്ട് പീസ് ആസ് ഫ്രീ പീസ് ടു പുള്ളിങ് ഡൊണസ്റ്റോൺസ് ആക്സിഡൻ്റ് ഓൺ ഇമാജിനേഷൻസ്. 2024 ആ ദുഃഖകാലമൊക്കെ കഴിഞ്ഞ ശേഷം ഇതിനിടയ്ക്ക് അച്ഛൻ്റെ വസ്തുക്കളും മറ്റു കാര്യങ്ങളൊക്കെ മറ്റേ ലീഗൽ ഹെയർ സർട്ടിഫിക്കറ്റിന് വേണ്ടി മറ്റ് എഴുത്തോത്തും പ്രമാണങ്ങളും വസ്തുക്കളൊക്കെ പോക്കുവരവ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളും പ്രൊസീജിയേഴ്സൊക്കെ കഴിഞ്ഞു. 2025 ആയപ്പോഴേക്കും ഒരു ആരംഭഘട്ടമൊക്കെ കഴിഞ്ഞു. ജനുവരി, മാർച്ച്, ഒരു ഏപ്രിലൊക്കെ ആയപ്പം ഏതാണ്ടൊക്കെ അതൊക്കെ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് ആ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് അമ്മയും ഞാനും തമ്മിൽ സ്കൂട്ടറിലുള്ള യാത്രകൾ. പിന്നെ 2025 ഒരു ജനുവരി മാസം അടുപ്പിച്ചായപ്പോഴത്തേക്കും പേപ്പറിൽ പരസ്യം കണ്ടിട്ട് 8-ാം തീയതി പരസ്യം കാണുന്നു, 10-ാം തീയതി ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ തോന്നയ്ക്കലിൽ ഒരു സ്കൂളിൽ, അതായത് നമ്മുടെ ബിഷപ്പ് പെരേര, എൻ്റെ കല്യാണം നടന്നത് ബിഷപ്പ് പെരേര ഹാളല്ല, ബിഷപ്പ് പെരേര സ്കൂളിൽ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ ഇടയിൽ തീർന്നു. അതിന് കിട്ടി. അങ്ങനെ ഫിസിക്സ് അധ്യാപകനായിട്ട് എന്നെ തിരഞ്ഞെടുക്കുന്നു. അവിടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു, കുറച്ച് മാസങ്ങൾ. അങ്ങനെ ഏപ്രിൽ, മെയ് കഴിഞ്ഞ ശേഷം അവിടെ ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷം ഇറങ്ങിയ ഉടനെ തന്നെ എനിക്ക് തമിഴ്നാട് AKT സ്കൂളിൽ, തമിഴ്നാട് നമ്മുടെ സേലം കഴിഞ്ഞിട്ട് പിന്നെ പാലക്കാട് വഴി സേലം കഴിഞ്ഞിട്ട് കള്ളക്കുറിച്ചി, ഞാൻ കരുണക്കുറിച്ചി എന്ന് പറയുന്നത്, അവിടെ ഒരു AKT സ്ഥാപനമുണ്ട്, AKT ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർക്ക് തന്നെ പെട്രോൾ പമ്പും ബസ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ആ സ്ഥാപനത്തിൽ കുറച്ച് കാലം വർക്ക് ചെയ്തു, കുറച്ച് മാസങ്ങൾ. അത് കഴിഞ്ഞ ശേഷം ഫോർ ബദനി ഹൻകാലം പറ്റി വീണ്ടും കേരളത്തിലേക്ക് വന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് ഒരു ഓണമൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ അമ്മയ്ക്കൊരു ടൂർ, അതായത് ഭൂട്ടാൻ ടൂറാണ് തോന്നുന്നു, അങ്ങോട്ട് പോയി. ആ സമയത്ത് അമ്മ പോയിട്ട് വന്ന സമയത്ത് ഒരു ഒക്ടോബർ മാസം ഒരു ഒക്ടോബർ ഒരു ആരംഭ സമയം, ഒരു ഒക്ടോബർ 4 അടുപ്പിച്ച് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അഭിലാഷ് സാറിന് എവിടെയെങ്കിലും കിട്ടിയോന്ന് നീന ടീച്ചർ ചോദിക്കുന്നു. അങ്ങനെ ഒക്ടോബർ 6-ാം തീയതി തിങ്കളാഴ്ച തൊട്ട് വന്നോളാൻ പറയുന്നു. അങ്ങനെ കുറച്ച് ആഴ്ചകൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു നവംബർ 7-ാം തീയതിക്ക് ശേഷം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അതുവരെയാണ് ഞാൻ ഇതുവരെ വർക്ക് ചെയ്ത സ്കൂളിൻ്റെ ഒരു ഷോർട്ട് ഡീറ്റെയിൽസോട് പറഞ്ഞു. ഇതിനിടയ്ക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായിരുന്നു. ഒരുപാട് ടീച്ചേഴ്സ്, ഒരുപാട് കുട്ടികൾ, ഒരുപാട് ആളുകൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് രോഗത്തിൽ നിന്നുള്ള ഹീലിങ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്.
പിന്നെ കുടുംബജീവിതത്തിൽ നിന്ന് പഠിച്ചതായിട്ടുള്ള പാഠങ്ങൾ. അങ്ങനെ 2026 ചില കഫക്കെട്ടും ശ്വാസം മുട്ട് പോലത്തെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനെയൊക്കെ എന്ത് ചെയ്യുന്നു, സർവൈവ് ചെയ്ത് അതിജീവിച്ച് വരുന്നു. വിത്ത് സ്ട്രൈപ്സ് യു ആർ ഹീൽഡ് ഫ്രീലി, ബൈ സ്ട്രൈപ്സ് യു ആർ ഹീൽഡ് ഫ്രീലി. ഗ്രേസിൻ്റെ കൃപയിൽ ഇപ്പോഴും ജീവിച്ചു പോകുന്നു. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ചില നോസ്റ്റാൾജിക് അനുഭവങ്ങളാണ്. അപ്പം ഇത് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. അതായത് ഇങ്ങനൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഞാൻ ഇതൊക്കെ വച്ചേക്കുന്നത്. വേറൊന്നുമില്ല, നമുക്ക് അത്രയും സാമ്പത്തികം അങ്ങനെയൊന്നുമില്ല. ഇതിനൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഇത് ഒരു സമയത്ത് വിജിത ഇതിൻ്റെ പുറത്തൂടെ കയറി ഇരുന്ന് കൊടുത്തു. 2023 ജൂൺ മാസം ഒരു 3-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഒരു ശനിയാഴ്ച വന്നിരുന്ന് കൊടുത്തു. അതിനുശേഷമാണ് അത് പൊട്ടിയത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വെച്ചത്. പണ്ടത്തെ കാലത്ത് ആർജിച്ചുള്ള പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വെച്ചത്. ഇനി ഇതിനെയൊക്കെ സേഫായിട്ട് മറ്റൊരിടത്തേക്ക് മാറ്റണം. പണ്ടത്തെ കാലത്ത് എഴുതിയിരുന്നതായിട്ടുള്ള ചില പുസ്തകങ്ങളാണ്. ഞാൻ എഴുതിയതായിട്ടുള്ള ചില ലെറ്റേഴ്സാണ്. പണ്ടത്തെ ചില പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടല്ലോ. ഇതിനെയൊക്കെ സേഫായിട്ട് എടുത്ത് മാറ്റണം. അല്ല, നമുക്ക് ഷെൽഫ് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി, ഇത് നൊസ്റ്റാൾജിക് ഫീലിങ്സാണ്. ഇത് കുട്ടുമോൻ പണ്ട് ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള, ഇവിടെ ഞാനും വിജിതയും കുട്ടുമോനും അമ്മയും നമ്മൾ ഒന്നിച്ച് പറത്ത സമയത്ത് കുട്ടുമോന് വേണ്ടി മേടിച്ചിട്ടുള്ള യെല്ലോ ചെയറാണ്. അത് ഈ കോലമായി പൊടി കയറി ഡസ്റ്റ് അലർജിയോട് പോരാടിയാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും അതിനെ അതിജീവിച്ച് വരുന്നു. അതുകൊണ്ട് കൂടുതൽ ഇടപഴകുന്നില്ല. ഇപ്പോഴും ഡസ്റ്റ് അലർജി എന്നൊക്കെ ഒരു വിധം വിട്ടു നിൽക്കുന്നു. ഞാനെന്തായാലും ഊണ് കഴിച്ചിട്ട് ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ബൈബിൾസ്, ഞാൻ എഴുതിയതായിട്ടുള്ള ചില പുസ്തകങ്ങൾ, മറ്റു ചില കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് കളയുന്നത്? ഒരിക്കലും കളയാൻ പറ്റത്തില്ല. ഡസ്റ്റിനെയൊക്കെ അതിജീവിച്ചാണ് ഞാൻ നിൽക്കുന്നത്, ഓർക്കണം. ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സിൻ്റെ എവിഡൻസ് ആണല്ലോ, അതിനുവേണ്ടി കാണിച്ചതേ ഉള്ളൂ. ഞാൻ പണ്ട് ഉപയോഗിച്ചിരുന്ന EVM ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറിൻ്റെ പിന്നെ കാലാവധി കഴിഞ്ഞ ടയേഴ്സാണ്. അതിനെക്കുറിച്ചൊരു മെമ്മറി വേണമല്ലോ. തൽക്കാലം ഇതിനെ പിന്നെ 2025 അമ്മ എനിക്കൊരു TVS ജൂപ്പിറ്റർ സ്കൂട്ടർ മെയ് മാസത്തിൽ അമ്മയിൽ കൂടെ എനിക്ക് ലഭിക്കാനിടയിൽ തരുന്നു. ഏപ്രിൽ മാസത്തിൽ ബുക്ക് ചെയ്തെങ്കിലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു മെയ് മാസത്തിലാണ് കിട്ടിയത്. അപ്പോൾ ഈ മെയ് മാസം ആകുമ്പോഴത്തേക്ക് 1 വർഷം കഴിയുന്നു. ഫോർ ബദനി ഹൺബട്ടി താങ്ക് യു റോൺ ജീസ് ക്രൈസ്റ്റ് താങ്ക്സ് ബി ടു ഗോഡ് ഹൂ ഗീസ് വിക്ടറി ത്രൂ ഫോർ ബദനി ഹൺബട്ടി അസ് ഫ്രീ വിസ് താങ്ക്സ് ബി ടു ഗോഡ് ഹൂ ഗീസ് വിക്ടറി ത്രൂ അവർ ലോർഡ് ജീസ് ക്രൈസ്റ്റ് നോ സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റസ് ലൈൻ ഫ്രീ. നാം ഇനി അടിമത്തിൽ കൂടി വരുത്. ഡു നോട്ട് സിയർ ആൽ ഡു നോട്ട് ഫിയർ ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് എ പീസ്. താങ്ക്സ് ബി ടു ഗോഡ് pulling down stones casting on imaginations. God is not the other confusion but peace. Pulling down stones casting on imaginations as free peace. God is not the other confusion. God is not the other confusion but peace. Thanks be to God who gives the victory through our Lord Jesus Christ. Pulling down of നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. അപ്പം കഴിഞ്ഞ വർഷം താങ്ക് യു റോൺ ജീസ് ക്രൈസ്റ്റ് അങ്ങനെ ഒരു സ്കൂട്ടറും കൂടെ ലഭിക്കാനിടയിൽ തരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് ഓപ്പോ K13 സീരീസാണ്. അത് AK ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്ത ശേഷം
2025 ആഗസ്റ്റ് മാസം 28 ഒരു വ്യാഴാഴ്ചയാണ് അത് മേടിക്കാൻ കൊണ്ടിടയിൽ തരുന്നത്. ഇപ്പോൾ ലഭിച്ച സ്കൂട്ടർ ഏകദേശം 2025 ഏകദേശം അല്ലേ 2025 മെയ് മാസം 28 ലഭിക്കാനിടയിൽ തരുന്നത്. അത് അമ്മയിൽ കൂടെ ലഭിക്കാനിടയിൽ തരുന്നു. അമ്മയിലടുത്ത് ഇൻ്റർനാഷണൽ വർക്ക് വന്നില്ല, നിനക്കൊരു സന്തോഷമാക്കിയിട്ടെന്ന് വിചാരിച്ച് ഏപ്രിലിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച്, ബുക്കിംഗ് മറ്റ് പ്രവർത്തനം ആരംഭിച്ച് മെയ്യിൽ ലഭിക്കാനിടയിൽ തരുന്നു. ഞാൻ തോന്നക്കൽ സ്കൂളിൽ ആദ്യം പോയിക്കൊണ്ടിരുന്ന ബസ്സിലും പിന്നെ പഴയ, അതായത് അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന റെഡ് ഏവിയേറ്റർ മോഡൽ ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അതിനുശേഷം TVS ജൂപ്പിറ്റർ സ്കൂട്ടറിൽ ഒരു 2 ദിവസം പോകാൻ തക്കൊണ്ട് ഇടയിൽ തരുന്നു. 29/30 മെയ് മാസം 2025. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്. അപ്പോൾ ആ സ്കൂട്ടറിലെ ടയറിൻ്റെ കാര്യമല്ല, പണ്ട് ഉപയോഗിച്ചിരുന്ന EVM ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറിലെ കാലാവധി തീർന്ന ടയറിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള ചില ചെരുപ്പുകളും മറ്റു ചില കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുട്ടു പണ്ട് കിടന്നതായിട്ടുള്ള ഒരു, ഞാനും വിജിതയും കുട്ടുമൊക്കെ വസിച്ചിരുന്ന സമയത്ത് ആ റൂമിലുണ്ടാകുന്ന ക്രാഡിൽ പോലത്തെ പിന്നെ കസേരകളാണ് ഈ കാണുന്നത്. പണ്ട് വാളിക്കോടായിരുന്ന സമയത്ത് ഞാനും വിജിതയും ജീവിതം ആരംഭിച്ചെന്ന് പറഞ്ഞില്ല, ആ സമയത്ത് നമ്മൾ നനച്ചിരുന്നതായിട്ടുള്ള ആ ബക്കറ്റാണ് ഈ കാണുന്നത്. പിന്നെ പണ്ട് ഞാൻ ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ട്യൂഷൻ ഫോർ ഫിസിക്സ് എന്ന് പറഞ്ഞൊരു ബോർഡ് 2014-15 കാലഘട്ടം, 2014 അമ്മയാണ് എനിക്ക് വേണ്ടി ഈ പെയിൻറ്റിങ് വർക്കെല്ലാം ചെയ്തത് ഒരാളെ കൊണ്ട്. പണ്ട് ഇവിടെ വീട്ടിലും ട്യൂഷൻ ഉണ്ടായിരുന്നു, ടെറസിൻ്റെ മുകളിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയും കൂടെ ഓർമ്മയ്ക്ക് കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. വേണമെങ്കിൽ ആ ബോർഡ് ഇവിടെ വീട്ടിൽ വെച്ച് വേണ്ടി ട്യൂഷൻ തുടങ്ങാം. ആരെങ്കിലും ട്യൂഷന് വരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വരാം. 8590-555-679 എന്നുള്ള ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് വരാം. ഈ ടയറിന് തൽക്കാലം അപ്പോൾ പ്രേക്ഷകർ, ഇതാണ് തൽക്കാലം ഒരു ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് താമസിച്ചിരിക്കുന്ന ഒരു പ്രൊഫസർ അങ്കിളുടെയും പ്രൊഫസർ ആൻറ്റിയുടെയും വീടാണത്. അവർ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ ഇല്ല. ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴെയാണ് എൻ്റെ താമസിക്കുന്നത്, ടെറസിൻ്റെ താഴെയാണ്. ഇത് ഇനി എൻ്റെയും വിജിതയുടെയും കുട്ടുമൻ്റെയൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട പല പല കാര്യങ്ങളാണ്. പണ്ട് ഉപയോഗിച്ചിരുന്ന പുസ്തകങ്ങൾ ചിലന്തികൾ കിടക്കുന്നുണ്ട്. ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കുന്നില്ല, എങ്കിലും വരേണ്ടി വരും. ഇനി അലമാര തുറന്ന് കാണിക്കാം. അതിനു മുന്നമേ അമ്മയുടെ പഴയ ഇരുമ്പ് പെട്ടിയിൽ ഞാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. ചില പുസ്തകങ്ങളുണ്ട്, ചില അനുഭവങ്ങളുണ്ട്. ഹോസ്പിറ്റൽ വർക്കൗട്ട് റിലേറ്റ് ചെയ്ത പല കാര്യങ്ങളുണ്ട്. ഞാൻ വർക്ക് ചെയ്തതും പഠിച്ചതും ആയിട്ടുള്ള അനുഭവങ്ങളും വർക്ക് ചെയ്ത സ്ഥാപനത്തിലുള്ള ചില അനുഭവങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെ എഴുതി സൂക്ഷിച്ചതൊക്കെയാണ് ഇവിടെയുള്ളത്. പിന്നെ എഡ്യൂക്കേഷൻ നെറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന പുസ്തകങ്ങളും ഇവിടെ ഉണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ നെറ്റും കിട്ടും. അത് കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പറ്റും. നഴ്സൽ ടീച്ചറിനെ പോലെയൊക്കെ പിന്നീട് ഉയർന്ന തലത്തിലേക്ക് BEd കോളേജിലും MEd കോളേജിലൊക്കെ പ്രിൻസിപ്പളാകൊണ്ടൊക്കെ ഇടയിൽ തീരും. ഒരു നൊസ്റ്റാൾജിക്, ഇതൊരു അനുഭവം, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി കൂടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഇത് 2022 പഴയ സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡായിട്ട് ഒരു ആക്രി കടയിൽ നിന്നുണ്ടോ ലഭിച്ചതായിട്ടുള്ള ഒരു ഷെൽഫാണ്. ഞാൻ രാജസ്ഥാൻ മറ്റേ കരോളിയിൽ പോയതിന് തൊട്ട് മുമ്പ് ഈ ഒരു ഷെൽഫ് ലഭിക്കാനിടയിൽ തുടങ്ങി. തടി ഷെൽഫാണ്, ഇതുവരെയും കേടൊന്നും വന്നിട്ടില്ല. അവിടെ പഴയ ചില പുസ്തകങ്ങളൊക്കെ ഇതുപോലെ അടുക്കിച്ചിട്ടുണ്ട്. ഡസ്റ്റ് അലർജിയൊക്കെ അതിജീവിച്ചാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഓർക്കണം.
അതുകൊണ്ടാണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്. എൻ്റെ ജീവിതകാലത്തിലെ അനുഭവങ്ങളെല്ലാം എഴുതിയതും ആർജിച്ചതും കിട്ടിയതുമായിട്ടുള്ള പുസ്തകങ്ങൾ ഒരു കണക്കിൽ ക്രമത്തോടെയോ ക്രമമല്ലാതെയോ കിട്ടുന്ന ഓർഡറിലങ്ങ് വെച്ചിട്ടുണ്ട്, കിട്ടിയ ഓർഡറിലങ്ങ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള വസ്തുക്കളാണ്. ചില കവറുകളൊക്കെ അതിനകത്ത് കാണാം. പി ജിക്കും ബി എഡിനും എം എഡിനും ഒക്കെ പഠിച്ചതായിട്ടുള്ള ചില ബുക്സ്, റെക്കോർഡ്സ്, അങ്ങനെയൊക്കെയാണ്. ഫിസിക്സ്, മറ്റ് ബുക്കുകൾ, പേഴ്സണൽ ഡയറീസ്, ഇതെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഇതിലൊക്കെ പുതിയ പുതിയ മറ്റേ പുസ്തകങ്ങൾ, അമ്മ മറ്റേ ഷെൽഫ് ഒഴിച്ചു കൊടുക്കണമെന്നല്ലേ പറഞ്ഞു. ആ ഒഴിച്ചു കൊടുക്കുന്ന പുസ്തകങ്ങളെ ചിലത് ഇതെല്ലാം ഇതിനകത്തോട്ട്, കാരണം ഇവിടെയൊക്കെ ഡാമ്പ് പ്രൂഫ് അടിക്കണമെന്നാണ് അമ്മ പറയുന്നത്. പണിക്കാർ വരുന്നതിന് മുമ്പേ ഇവിടെ ഈ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അവർ കഴുകി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അകവുമല്ല പുറമല്ല, അപ്പം വെള്ളമൊന്നും ഇതിനകത്തോട്ട് വലുതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ എടുത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മളെ സഹായിക്കാനായിട്ട് കാര്യമില്ല. ഉള്ള സൗകര്യത്തിൽ നമുക്കതൊക്കെ ചെയ്യാം. പിന്നെ ഇത്രയും സ്പേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. ഇങ്ങനെ പെട്ടെന്ന് വേണമെന്ന് ധൃതി പിടിക്കുന്നുണ്ട്, അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഇതിനകത്തും ചില പഴയ മറ്റു ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡസ്റ്റ് അലർജിയൊക്കെ അതിജീവിച്ച് അങ്ങനെ നിൽക്കുന്നതാണ്. ഈ കവറിനകത്തിരിക്കുന്നത് പണ്ട് കുട്ടുമോൻ ഉപയോഗിച്ചിരുന്ന ഷൂസും ചില പഴയ ചെരുപ്പുകളും അവൻ്റെ ചില പഴയ ഷൂസുകളൊക്കെയാണ്. പിന്നെ അവൻ്റെ ചില പഴയ ടോയ്സൊക്കെ നമുക്ക് കാണാം. അതൊക്കെ നമുക്ക് എടുക്കാം. ഇതൊക്കെ നമുക്ക് എടുക്കാം. ഇങ്ങനെയൊക്കെ ഈ ഒരു കാലത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അത് നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇതൊരു സമയത്ത് ഞാൻ നോർത്ത് ഇന്ത്യയിലായ സമയത്ത് ഈ ഷെൽഫിലൊന്നും വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അമ്മ ചെയ്തു വെച്ച ചില പരിപാടികളാണ്. ഇതൊന്നുമല്ല, ഇതൊക്കെ ഞാൻ പിന്നീട് എലിയോ മറ്റു മൃഗങ്ങളൊന്നും പുസ്തകങ്ങളെ തോണ്ടിക്കളായിരിക്കാൻ വേണ്ടി ചെയ്ത അഡ്ജസ്റ്റ്മെൻ്റാണ്. അത് വേറെ. ഈ തുണിയൊക്കെ കെട്ടിവെച്ചത് അമ്മയാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലായ സമയത്ത് അമ്മ ടെറസിൻ്റെ മുകളിൽ കയറി വന്ന് കെട്ടിവെച്ചതായ ചില അനുഭവമുണ്ട്. പക്ഷേ ചില സമയത്തുള്ള അമ്മയുടെ സ്വഭാവം അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത്. എന്തായാലും ആ 2 പഴയ ടയറുകളെ മേളിലോട്ട് കയറ്റി. കാരണം അതെനിക്കൊരു ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ തൽക്കാലം ഈ വാതിലും കിടക്കും. എന്തായാലും പല്ലിയൊന്നും കയറണ്ട, ഇത് നശിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒരാൾ വന്ന് പറഞ്ഞാലൊന്നും അങ്ങനെ ഇന്ന് എടുത്ത് മാറ്റാൻ പറ്റിയൊരു കാര്യമല്ല. കാരണം അത്രയും ആർജിച്ച കാര്യങ്ങൾ, ക്രൈസിസ് തന്നെ ഈ ഹോസ്റ്റാലിറ്റി നിധികളെ ഇതൊക്കെ ഒന്ന് വിവരിക്കാതെ നമ്മളങ്ങനെ എടുത്ത് വയ്ക്കും. അങ്ങനെ ഇട്ടറിഞ്ഞിട്ട് പോകാനില്ല. പറയാനൊക്കെ എന്തായാലും മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒന്ന് സഹായിക്കാനാണെങ്കിൽ മറ്റൊരു ആളും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചില അഡ്ജസ്റ്റ്മെൻ്റ് മനസ്സിലാവും. ആ തുണിയെ കയറണ്ട. ശരിക്കും വീട് പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടാകും. അറേഞ്ച് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ എന്തായാലും ഞാൻ താഴെ പോയി ചോറ് വെച്ചിട്ട് കൊണ്ടുവരാം. അമ്മ ചോറ് വെച്ച് കാണുമായിരിക്കും, ചോറ് കോരി വെച്ച് കാണും. അങ്ങനെ ഇതൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. വീടിൻ്റെ പുറകുവശം ബാക്കി.
അപ്പോൾ എന്തായിരുന്നാലും ക്രൈസിസ് നമ്മൾ ധാരാളമായിട്ട് സഹായിക്കട്ടെ. സ്റ്റാൻഡ് ഫാസ്റ്റ് ലിബർട്ടി വർത്ത് ക്രൈസിസ് വേണം ഫ്രീ ആൻഡ് ബി നോട്ട് എൻഡേങ്കിൾഡ് അഗൈൻ വിത്ത് ദ യോക്ക് ഓഫ് ബോണ്ടേജ്. മിമിക്രിയും പാട്ടുകളൊക്കെ നമുക്ക് പിന്നത്തേൽ ഉൾപ്പെടുത്താം. പുള്ളിങ് ഡൊണസ്റ്റോൺസ് ഭാരപ്പെടാതിരിക്കാം. Every good gift and every perfect it is coming from above. Every good gift and every perfect it is coming from above the founder of place. Living God who gives richly all things enjoy. God is not the other of confusion but of peace. ഇത് വീടിന് ചുറ്റുമുള്ള സ്ഥലങ്ങളാണ്. ആകാശത്തിലെങ്ങും മഴയുടെ ഒരു സൂചന പോലും കാണുന്നില്ല. ഇത് അയൽ വീടാണ്. അമ്മയുടെ ബന്ധുവാണ്. അമ്മയുടെ മറ്റേ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു എന്ന സ്വർണ്ണം അമ്മമ്മ ഉൾപ്പെടെയുള്ള പെൺമക്കളിൽ അമ്മമ്മയുടെ അമ്മമ്മയുടെ ഇളയ അനിയത്തെ ലീല അമ്മമ്മയുടെ വീടാണ് കാണുന്നത്. അവരുടെ ചെറുമക്കളൊക്കെയാണ് ഇവിടെ വസിക്കുന്നത്. മക്കളും ചെറുമക്കളും രമക്കുഞ്ഞു രാധാകൃഷ്ണങ്ങളും പിന്നെ തങ്കു, അദ്ദേഹത്തിൻ്റെ വൈഫ് പൂജയും, അവൻ്റെ വൈഫ് പൂജയും, പിന്നെ അമ്മവും, പിന്നെ ചില ചെറുമക്കളും, പിന്നെ ബാലമാവനും അദ്ദേഹത്തിൻ്റെ വൈഫും മകളും. ആ മകളുടെ കല്യാണം കഴിഞ്ഞു. അപ്പുറത്തുള്ളത് വേറൊരു വീട്, ലീനേൻ്റെ ഒരു വീട്. ഇത് മറ്റേ പ്രൊഫസർ ആൻറ്റിയുടെ വീട്. ആൻറ്റിയുടെ വസ്തുക്കളാണ് കാണുന്നത്. അപ്പോൾ ഞാൻ വസിക്കുന്ന വീടിന് പ്ലേസിന് ചുറ്റും എന്തുണ്ട്? ധാരാളം മരങ്ങളുണ്ട്, തണലുണ്ട്, വെയിലുണ്ട്. ഇനി ചോറിൻ്റെ വേണം. നമ്മെ അടിമത്തിൽ പിടിക്കരുത്. ഇതാണ് പുതിയ സ്കൂട്ടർ, വിളിംഗ് ഡൊണസ്റ്റോൺസ്.